പുതുവർഷത്തിൻ്റെ ആദ്യ സൺഡേയിൽ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. ക്ഷേമമായി നമ്മൾ കഴിഞ്ഞ വർഷം പോഷിപ്പിച്ച ദൈവത്തിന് നന്ദി കരയറ്റാം. പിന്നെയും നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ദൈവത്തെ സ്തുതിക്കാമല്ലോ. നമ്മുടെ ഏതവസ്ഥയിലും നമ്മെ അറിയുന്ന ദൈവത്തിന് നന്ദി കരയറ്റിക്കൊണ്ടിരിക്കാം. ആരും നിർവിചാരികരായി ഇല്ലാതെ ഏകാഗ്രതയോടെ ദൈവത്തെ സ്തുതിപ്പാൻ നമുക്കൊരുങ്ങാം, പ്രാർത്ഥിക്കാം. നന്ദിയോടെ കരുണാസമ്പന്നായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗപിതാവേ, ഈ ആഴ്ചയോടെ ഒന്നാം രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്തല്ലോ. കഴിഞ്ഞ ഒരു വർഷക്കാലം ഞങ്ങളുടെ കണ്ണിന്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ചു. ആയിരുന്നിടത്തൊക്കെ ഞങ്ങളെ പരിപാലിച്ചു. ആപത്തിനർത്ഥം കൊണ്ട് വിടുവിച്ചു. രോഗകാരികൾ വന്നു എങ്കിലും അതിൽ നിന്നൊക്കെ ഞങ്ങളെ രക്ഷിച്ച് കൃപയിൽ ഞങ്ങളെ സൂക്ഷിച്ച ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നുണ്ടാവേ. ഈ വർഷത്തിന്റെ ആരംഭ സന്ധ്യയിൽ ഞങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ ചെയ്യുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യും. കർത്താവെ, അടിയങ്ങളെ സഭയായി ദൈവങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷക്കാലം ഞങ്ങൾ കർത്താവിന്റെ കാഴ്ചയോടെ തന്നെ ആയിരിക്കാൻ അവിടുത്തെ മാർഗോട് ചാടി ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുകയും ചെയ്യുവാൻ അടിയങ്ങളെ ആകർഷണങ്ങളിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപയിൽ പൊതിഞ്ഞു കൊള്ളണമേ. ഇതിന്റെ ദൂതന്മാരാളുടെ കാവൽ ഞങ്ങൾ തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധന ദൈവം അനുഗ്രഹിക്കണമേ. കർത്താവ് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ മഹാനിയന്ത്രണത്തിൽ ഞങ്ങളായിരിക്കാൻ, പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ കൃപ ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങളെ ഏൽപ്പിക്കുകയാണ്. എന്റെ ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടെ ഇരിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ നിയന്ത്രിക്കണം. കർത്താവ് ഇവിടുത്തെ ഓരോ പ്രോഗ്രാമുകളും ദൈവ നിയന്ത്രണത്തിലായി തീരുവാൻ ഞങ്ങളെ ഏൽപ്പിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ഞങ്ങളുടെ പ്രവേശനങ്ങളും ഓർക്കാതെ അടിയങ്ങളെ ദൈവമേ അങ്ങേ ആരാധിപ്പാൻ ബലപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുന്നു. നന്ദിയോടെ സ്തോത്രം. ആദ്യോടെ നമുക്ക് ഭരിക്കണം. തിരുനാമം മഹത്വമെടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. മലയാളം പാട്ട് നമുക്ക് പാടി ദൈവത്തെ സ്തുതിക്കാമല്ലോ. മഹത്വപ്പെടുത്തുവാൻ ദൈവം ചെയ്യുന്ന സകല ഉപകാരങ്ങളെ ഓർത്ത് വർണ്ണിപ്പാൻ ദൈവരവസരങ്ങളോ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ 2026 ആരംഭത്തിൽ ഈ ആദ്യത്തെ ആഴ്ച നമുക്ക് ദൈവം നമ്മളെ ഇത്രയും പേരെ കൂട്ടിക്കൊണ്ടുവന്ന എല്ലാ മക്കളുടെ സ്തുതിക്കുന്നു. അവൻ്റെ നാമം മധുരിമ നാമം, ഇണയില്ല നാമം ആണ്. നമ്മുടെ പാപത്തിൻ്റെ ആ എല്ലാ നീക്കമൊക്കെ നമ്മെ വിടുവിച്ച ആ നല്ല നാമം നമുക്ക് സന്തോഷവും സമാധാനവും നമുക്ക് നൽകിയ നല്ല നാമം, നമ്മുടെ നല്ല നാമം നമുക്ക് പാടി ബോധപ്പെടുത്താം. യേശുവിൻ്റെ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം എന്നുള്ള പാടി എനിക്ക് ബോധപ്പെടുത്തും. യേശുവിൻ നാമം മധുരിമ നാമം, ഇണയില്ല നാമം, ഇമ്പനാമം. Father,
കൈകളെ തട്ടി നമുക്ക് ഗാനൂരികാരോടും ആളുകളുടെ ദൈവം ശ്രീയേശുനാമം അഭിഷേകനാമം ഏഴേരിക്കുമ്പോൾ നാം പഴയ ഗാനം പാടി ശ്രീയേശുനാമം അതിശയനാമം ഏഴേരിക്കുമ്പോൾ നാമം ശ്രീയേശുനാമം അതിശയനാമം ഏഴേരിക്കുമ്പോൾ നാമം
Hallelujah, hallelujah, hallelujah. Heavenly Father, thank you for the rest of our Jesus. Father God, thank you for giving us this opportunity to come to your presence and worship you in spirit and truth, Lord Jesus. Lord Jesus, we're coming into church in your hands, Lord Jesus. We're praying for pastor and family, Lord Jesus. We're praying for each and every member, Lord Jesus. We submit everything into your hands, Lord Jesus. I'm praying for the rest of this worship, Lord Jesus, into your hands. Help us to be a great blessing for us. Help us to live according to your will. Help us to have a great week, Lord Jesus. Help everything to go according to your way, Lord Jesus. Thank you for answering my small prayer. In Christ Jesus' name we pray. നമുക്കെല്ലാവരും ചേർന്ന് സങ്കീർത്തനം 65 വാക്യപ്രതിവാക്യമായി വായിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിക്രമമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തുന്നു. ഭൂമിയുടെ എല്ലാ നദികൾക്കും ഭൂമിയിലുള്ള സമുദ്രത്തിനും ആശ്രയമായിരിക്കുന്ന ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, നീ ഭയങ്കരകാരനായ നീതിയോടെ ഞങ്ങൾക്ക് ഉത്തരമരുളുന്നു. അവൻ സമുദ്രങ്ങളുടെ മുഴക്കവും തിരമാലകളുടെ കോപവും ജാതികളുടെ കലഹവും ശമിപ്പിക്കുന്നു. നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു. ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിലനിൽക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധ്യാനം കൊടുക്കുന്നു. നീ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അനുഗ്രഹിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാൻ കർത്താവേ, സ്തുതിയും സ്തോത്രം ചെയ്യുന്ന കാലം അമ്മയുടെ 2026 ആരംഭ ദിവസം ഞങ്ങൾക്ക് എൻ്റെ സന്നിധിയിലായിരിക്കാൻ കർത്താവ് നിങ്ങളുടെ വീട്ടിലല്ലോ പ്രേമത്തോടെ സന്നിധിയിലായിരിക്കാൻ ഇടപെടുന്ന കർത്താവേ, നൽകിയ എല്ലാ അമ്മദാനങ്ങൾക്കും ഉപകാരങ്ങളും ആരാധനയോടെ സ്തോത്രം കർത്താവ്. എൻ്റെ പാദത്തിൽ നിന്ന് അമ്മേധാനടിയെ പ്രാപിച്ച് മടങ്ങിപ്പോകാൻ ഇടവരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാം നാഥ് പരിമേൽപ്പിക്കുന്നു. എല്ലാം ഞങ്ങൾക്ക് വേണ്ടിക്കുന്ന യേശുനാമത്തിൽ തന്നെ. ദൈവനാമത്തിൽ മഹത്വം. ഇന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ഹല്ലേലൂയ ഒരു സൺഡേ കൂടെ നമുക്ക് ദൈവസന്നിധിയിൽ, പ്രത്യേകിച്ച് ഈ പുതുവർഷത്തിന്റെ ആരംഭ ഞായറാഴ്ച കർത്താവ് നമുക്ക് ഹല്ലേലൂയ ദൈവസന്നിധിയിലായിരിക്കാൻ ഇടവരുത്തുകൾക്കായി സ്തോത്രം. കർത്താവിന്റെ ദാസൻ നാട്ടിലായിരിക്കുന്നല്ലോ. നമുക്ക് ഹല്ലേലൂയ അവിടെ അദ്ദേഹം ആയിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലും മീറ്റിങ്ങുകളിലൊക്കെ ദൈവത്തിന് അനുഗ്രഹം പ്രാപിപ്പാനും നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ഇന്ന് ഈ ആരാധന ലീഡ് ചെയ്യുന്ന പ്രിയ ജോയിച്ചാനായി ദൈവത്തെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ദൈവവചനത്തിലേക്ക് നമുക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഹല്ലേലൂയ. ഈ സങ്കീർത്തനം 65 സങ്കീർത്തനം ഒരു അനുഗ്രഹത്തിന്റെ സങ്കീർത്തനമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഒരു ഇസ്രായേൽ ജനത്തിന് ഒരു അനുഗ്രഹം ലഭിച്ചപ്പോൾ, ദാവീദിന് അനുഗ്രഹം ഉണ്ടായപ്പോൾ അത് ദൈവത്തിന്റെ ചെയ്ത നന്മകളും അനുഗ്രഹങ്ങളും ഓർത്തുകൊണ്ട് ധ്യാനിച്ച് ദൈവത്തെ നന്ദി കരയറ്റുന്ന ഒരു താങ്ക്സ് ഗിവിംഗ് സാമായിട്ടാണ് ഇത് കൺസിഡർ ചെയ്യുന്നത്. ഒരു നന്ദി കരയറ്റുന്ന ഒരു സങ്കീർത്തനമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹല്ലേലൂയ. ഇതിന്റെ തുടക്കം തന്നെ ഒരു ആരാധനയിലാണ് തുടങ്ങുന്നത്. ദൈവമേ, സിയോനിൽ സ്തുതി നിനക്ക് യോഗ്യം, നിനക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ 2026 പ്രാരംഭ സൺഡേയിൽ ഹല്ലേലൂയ നമുക്ക് ഒരു ആരാധനയോടെ ദിവസത്തിലായിരിക്കാം. സിയോൻ എന്ന് പറഞ്ഞാൽ ദൈവം വസിക്കുന്ന സ്ഥലത്തിനാണ് സിയോൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. പുതിയ നിയമപ്രകാരം 2-3 പേരുടെ നാമത്തിൽ കൂടുന്നവരുടെ നടുവിൽ കർത്താവിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. നമ്മൾ ആ സാന്നിധ്യമുള്ള സ്ഥലത്ത് നിന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ, ദൈവത്തെ വാഴ്ത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന് വിടുതലും അനുഗ്രഹമായി തീരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഈ ഒരു സങ്കീർത്തനം ദൈവം നമ്മുടെ നിർമ്മാതാവും നമ്മുടെ സൃഷ്ടിതാവും പരിപാലകനും എന്നുള്ള ഒരു ഉള്ളടക്കമാണ് ഈ ഒരു സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയുന്നത്. എംഫസൈസ് ഗോഡ്സ് റോൾ ആസ് ക്രിയേറ്റർ ആൻഡ് സസ്റ്റെയിനർ. ഹല്ലേലൂയ. നമ്മെ പരിപാലിക്കുന്ന വിധങ്ങൾ നാം നോക്കുകയാണെങ്കിൽ, അതിന്റെ 9, 10, 11 വാക്യങ്ങൾ നാം നോക്കുകയാണെങ്കിൽ നമ്മളെ അനുഗ്രഹിക്കുന്ന വിധങ്ങൾ, ഭൗതികമായ നന്മകൾ പഴയ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ കാർഷികമായ നന്മകൾ, കാർഷിക വിളവുകൾക്കുള്ള അനുഗ്രഹങ്ങൾ, മൃഗങ്ങൾ
നൽകിയുള്ള മൃഗസമ്പത്തിലുള്ള അവർക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾ ഇവിടെ കാണാം. നീ 9-ാമത്തെ വാക്യം കാണുന്ന ഈ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, അത് അത്യന്തം പുഷ്ടിയുള്ളതാകും. അത് കഴിഞ്ഞ് 11-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഈ സംവത്സരത്തെ നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ സംവത്സരങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പടിപടിയായി കർത്താവ് നമുക്ക് അനുഗ്രഹങ്ങളും നന്മകളും നൽകിയെന്ന് നമുക്ക് കാണുവാൻ കഴിയും. എന്ന് പറയുകാലം അവൻ ആ ഒരു നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് അവനായിരിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു 3 ചിന്തയാണ് ഞാൻ പങ്കുവെക്കുവാൻ ധ്യാനത്തിനായി ഞാൻ എടുത്തിരിക്കുന്നത്. ഒന്നാമത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഗോഡ് ചോസൻ us. അവൻ 3-ാമത്തെ വാക്യത്തിൽ കാണുന്നു, 4-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നിന്റെ പ്രാകാരങ്ങൾ പാർക്കേണ്ടതിന് നീ തിരഞ്ഞെടുത്ത് അടുപ്പിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഞങ്ങൾ നിന്റെ വിശുദ്ധ മന്ദിരമായ നിന്റെ ആലയത്തിന് നമ്മൾ കൊണ്ട് തൃപ്തരാകും. ഹല്ലേലൂയ. ദൈവജനത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം അനേകം പേരെ തിരഞ്ഞെടുത്തു. പേർ വിളിച്ച് ദൈവം തിരഞ്ഞെടുത്ത അനേകം വ്യക്തികളുണ്ട്. അതിനകത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്ന അഹരോനെ ദൈവം പൗരോഹിത്യ ശുശ്രൂഷയ്ക്കായി ദൈവം അഹരോനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ദൈവം അഹരോൻ വിശുദ്ധനാണ്, ദൈവത്തിന് ഹിതപ്രകാരം ഉള്ളവനാണ് എന്ന് മനസ്സിലാക്കി ദൈവം അഹരോനെ തിരഞ്ഞെടുത്തപ്പോൾ അതിനെതിരെ പ്രശ്നവുമായ അനേകം പേർ വന്നു. കോരഹ്, ദാൻ, അബീരാം തുടങ്ങിയവർ ഈ അഹരോനും മോശയ്ക്കും എതിരെ അനേകം പ്രശ്നങ്ങൾ അവർക്ക് അസൂയാലുക്കളായി അവർ അനേകം കേസുകളും ഒക്കെ പ്രശ്നങ്ങളുമായി വന്നപ്പോൾ യഹോവ ആ പ്രശ്നത്തിൽ ഇടപെടുകയാണ്. ദൈവം തിരഞ്ഞെടുത്തവന് തടസ്സമായി പല പ്രതിസന്ധികൾ വന്നപ്പോൾ യഹോവ തന്നെ നേരിട്ട് ആ പ്രശ്നത്തിന് വേണ്ടി പരിഹാരങ്ങളായി ഇറങ്ങി വരികയാണ്. മോശയോട് യഹോവ അരുളി ചെയ്യുകയാണ്, ഓരോ ഗോത്രത്തിൽ നിന്നും 12 ഗോത്രത്തിൽ നിന്ന് ഓരോ വടികൾ സമാഗമന കൂടാരത്തിൽ കൊണ്ടുവയ്ക്കുകയാണ്. ആ സംഖ്യാപുസ്തകം 16-ാം അധ്യായം 5-7 വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു. മോശയോട് ദൈവം അരുളി ചെയ്യുന്ന വാക്യമാണ്, നാളെ രാവിലെ യഹോവ തനിക്കുള്ളവൻ ആരെന്നും തന്നോടെടുപ്പാൻ തക്കോണം വിശുദ്ധൻ ആരെന്നും കാണിക്കും. താൻ തിരഞ്ഞെടുത്തവനെ തന്നോട് അടുക്കുമാറാക്കും. ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വഴി തുറക്കും. അവസാനത്തെ പാരഗ്രാഫിൽ കാണുകയാണ്, ഞാൻ തിരഞ്ഞെടുക്കുന്നവന്റെ വഴി തളർക്കും. ഹല്ലേലൂയ. ഈ ഒരു പരീക്ഷണം ദൈവം ആ ഓരോ ഗോത്രത്തിലുള്ളവർക്ക് വേണ്ടി നൽകുമ്പോൾ പിറ്റേ ദിവസം ആ വഴി നോക്കുമ്പോൾ അഹരോന്റെ വഴി മാത്രം തടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അവിടെ ഒരു അടയാളം ഹല്ലേലൂയ. ദൈവം അവിടെ ഒരു അത്ഭുതം ചെയ്യുകയാണ്. തന്നെ തിരഞ്ഞെടുക്കുന്നവനെ വേണ്ടി ദൈവം അവരുടെ മധ്യം പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ഹല്ലേലൂയ അടയാളമാണ് അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആവർത്തന പുസ്തകം 7-ാം അധ്യായം 7 മുതൽ 8 വരെയുള്ള വാക്യം കാണുന്നു. നിങ്ങൾ സംഖ്യയിൽ സകല ജ്ഞാനികളെക്കാളും പെരുപ്പമുള്ളവരാകൊണ്ടല്ല യഹോവ നിങ്ങളെ പ്രിയപ്പെട്ട് തിരഞ്ഞെടുത്തത്. യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും നിങ്ങളുടെ പിതാക്കന്മാർക്ക് ചെയ്ത സത്യം പാലിക്കുന്നത് കൊണ്ടും അത്രേ. ഹല്ലേലൂയ. നമ്മൾ ചിലപ്പോൾ പുറമേ ഉള്ളത് നോക്കും. ഹല്ലേലൂയ. നമ്മൾ കഴിവും സ്കില്ലും ഹല്ലേലൂയ അല്ലെങ്കിൽ നമ്മുടെ കുടുംബ പശ്ചാത്തലങ്ങളും ഒക്കെ ആയിരിക്കും നാം നോക്കുന്നത്. എന്നാൽ കർത്താവ് നോക്കുന്നത് വേറെ പലതുമാണ്. ഹല്ലേലൂയ. ദൈവം ചിലപ്പോൾ നോക്കുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ എത്ര വിശ്വസ്തനാണ് നമ്മൾ, ഹല്ലേലൂയ എത്ര ധൈര്യശാലിയാണ് നാം, ഇതൊക്കെയാണ് ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, പിതാക്കന്മാർക്ക് ചെയ്ത സത്യം പാലിക്കൊണ്ട് ഹല്ലേലൂയ. അതുകൊണ്ട് അത് മാത്രമല്ല, യഹോവ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ അവർ നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ദാവീദിന്റെ തിരഞ്ഞെടുപ്പ്, മോശയുടെ തിരഞ്ഞെടുപ്പൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ അപ്രതീക്ഷിതമായി ദൈവം തിരഞ്ഞെടുത്തതാണ്. ദാവീദിനെ ആരും പ്രതീക്ഷിച്ചില്ല, ദാവീദിനെ ആണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന്. ഹല്ലേലൂയ. എന്നാൽ ദാവീദ് ചെയ്ത മണ്ഡലങ്ങളിൽ ആ മേഖലയിൽ ദാവീദ് വിശ്വസ്തതയുമായി ഹല്ലേലൂയ ആടുമാടുകളെ മേയിക്കുന്ന കാര്യത്തിലും ദൈവത്തോടുള്ള അവന്റെ ബന്ധത്തിലും അവൻ വിശ്വസ്തതയും ധൈര്യത്തോടെ അവൻ നിന്നതുകൊണ്ട് ഹല്ലേലൂയ. പ്രത്യേകിച്ച് ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ദാവീദ് ധൈര്യത്തോടെ നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവം ഹല്ലേലൂയ അവനെ തിരഞ്ഞെടുക്കുവാൻ കാരണമായി തീർന്നു. ദൈവം നമ്മുടെ ഹൃദയങ്ങളെയാണ് നോക്കുന്നത്. ഒരുപക്ഷെ മനുഷ്യൻ വിലയിടുന്നതിനേക്കാൾ, മനുഷ്യൻ നമ്മളെ ഹല്ലേലൂയ മാർക്കിടുന്നതിനേക്കാൾ ഉപരിയായി കർത്താവ് നമ്മളെ നോക്കുന്നത് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ഒരുക്കവും നമ്മുടെ വിശ്വസ്തതയും ചെറിയ കാര്യമാണെങ്കിൽ നമ്മൾ എത്ര വിശ്വസ്തമായി ചെയ്യുന്നു. ഒരുപക്ഷെ മറ്റാരും കണ്ടില്ലെങ്കിലും നമുക്ക് ഒരുപക്ഷെ പ്രശംസയും ഹല്ലേലൂയ അതിന് തക്ക പ്രതിഫലം ലഭിച്ചില്ലെങ്കിലും കർത്താവ് നാം ചെയ്യുന്ന ഓരോന്നും കാണുന്നുണ്ട്. ഒരു രാജ്യത്തെ ഒരു പ്രധാന സ്ഥലത്തേക്ക് ഒരു
അവൻ ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരാളെ തിരഞ്ഞെടുക്കണം. അപ്പോൾ അതിനുവേണ്ടി അർഹരായ അനേകം പേരുണ്ട്, ക്വാളിഫൈഡ് ആയ അനേകം വ്യക്തികളുണ്ട് ആ രാജ്യത്തിൽ. അന്നേരം നല്ല വിദ്യാഭ്യാസമുള്ളവർ, നല്ല സ്കില്ലുള്ളവർ, നല്ല പ്രാവീണ്യമുള്ളവരൊക്കെ ഉണ്ട്. അപ്പോഴാണ് ആ സമയത്ത് ആ രാജ്യത്തിന്റെ ഒരു ഭാഗത്തായി ഒരു പാലം പെട്ടെന്ന് തകർന്നു വീണു. ആ ഒരു ഗ്രാമത്തിലാണ്, റിമോട്ട് ഏരിയയിലാണ്. ആ ഗ്രാമവാസികൾക്ക് അത് ആശ്രയമായിരുന്ന ഒരു പാലമായിരുന്നു. എപ്പോഴും പട്ടണത്തിലേക്ക് വന്ന് സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകുവാനെ കൊണ്ട് അവരെ സഹായിച്ചിരുന്ന ഒരു പാലമാണ്. ഇത് പോയി കഴിഞ്ഞപ്പോൾ ഈ ഗവൺമെന്റ് അവിടേക്ക് ചില ഗവൺമെന്റ് ഒഫീഷ്യൽസിനെ അവിടെയൊക്കെ വിടുകയാണ്. അവർ അവിടെ ചെന്നിട്ട് ചില ആൾക്കാർ ആ ഒരു പ്രശ്നം സോൾവ് ചെയ്യാനെ കൊണ്ടാണ് അവർ വിട്ടത്. ചില ആളുകൾ അവിടെ ചെന്നിട്ട് ഗവൺമെന്റിനെ കംപ്ലൈന്റ് പറഞ്ഞു, ചിലർ പറഞ്ഞു നേരത്തെ പ്രീവിയസ് ഗവൺമെന്റിനെ കംപ്ലൈന്റ് പറഞ്ഞു. ചില ആൾക്കാർ അവരുടെ ഇമേജ് കീപ്പ് ചെയ്യാനെ കൊണ്ടുള്ള കാര്യങ്ങൾ ചെയ്തു. ചില ആളുകൾ അവർക്ക് ഉത്തരവ് കിട്ടുന്നവരെ അവർ വെയിറ്റ് ചെയ്തു. എന്നാൽ അതിൽ വ്യത്യസ്തനായ ഒരു വ്യക്തി അവിടെ നിന്നുകൊണ്ട് അവർക്ക് ടെമ്പററി ആയിട്ടുള്ള സൊല്യൂഷൻ അവൻ നൽകി. അതുകൂടാതെ അവരുടെ അവസ്ഥകളും അവരുടെ സിറ്റുവേഷനും മനസ്സിലാക്കി അവരെ സഹായിച്ചു. അപ്പോൾ ഈ ഒരു ഗ്രാമപ്രദേശത്ത് അങ്ങനെ മീഡിയാസോ ക്യാമറയോ ഒന്നുമില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ പക്ഷേ ഗവൺമെന്റ് ഇത് സീക്രട്ടായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ നേതൃസ്ഥാനത്തേക്ക്, ഏറ്റവും പ്രധാനപ്പെട്ട നേതൃസ്ഥാനത്തേക്ക് ഈ വ്യക്തിയെ അവർ നിയമിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അവർ രഹസ്യമായി ഇവൻ ചെയ്യുന്ന ജോലിയിൽ എത്ര വിശ്വസ്തമാണ്, എത്ര ഇവന്റെ പേരിനേക്കാൾ, ഇവന്റെ പ്രശസ്തിയേക്കാൾ ഇവൻ എത്രമാത്രം ആ ഒരു ഇഷ്യൂവിൽ ആ ഗ്രാമത്തിലുള്ളവരോടൊപ്പം അവൻ സഹായിക്കുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് അത് അവരോടൊപ്പം നിന്ന് പ്രവർത്തിച്ചുകൊണ്ട് അവനെ ആ വലിയ സ്ഥാനത്തേക്ക് അവരെ നിയമിക്കുവാനിടയായി തീർന്നു. നമ്മുടെ ജീവിതത്തിലും കർത്താവ് നമ്മളെ ഓരോ നിമിഷവും നിരീക്ഷിക്കുന്നുണ്ട്. നമ്മളായിരിക്കുന്ന ഏത് മണ്ഡലമായിരുന്നാലും, ജോലിയായിരുന്നാലും അല്ലെങ്കിൽ നമ്മൾ ഭവനത്തിലായിരുന്നാലും, നമ്മൾ വണ്ടി ഓടിക്കുമ്പോഴും എപ്പോഴും നമ്മൾ ചർച്ചിലായിരുന്നാലും എപ്പോഴും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും കർത്താവ് നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ദാവീദിനെയും മോശയെയും ഒക്കെ ആ സ്ഥാനത്താക്കിയത് കർത്താവിന്റെ ഹിതപ്രകാരമുള്ളവരെന്ന് ദൈവം മനസ്സിലാക്കി അവർ ചെയ്ത എല്ലാ കാര്യങ്ങളും വിശ്വസ്തരായി ഇരുന്നത് കൊണ്ട് അവരെ ഉയർത്തുവാൻ കഴിയും. ഹല്ലേലൂയ, ദൈവം ഇടയായി തീർന്നു. ഹല്ലേലൂയ. ഇവിടെ ദാവീദ് തന്നെ പറയുകയാണ്, ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നുമല്ല. ഹല്ലേലൂയ. എന്റെ 3-ാം വാക്യത്തിൽ കാണുന്നു, എന്റെ അകൃത്യങ്ങൾ എന്റെ നേരെ അതിബലമായിരിക്കുന്നു, നീയോ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് പരിഹാരം വരുത്തും. ഹല്ലേലൂയ. ഒരു പക്ഷേ ഹല്ലേലൂയ, എല്ലാം പെർഫെക്റ്റ് ആയ ഒരു വ്യക്തിയെ അല്ല ദൈവം നോക്കുന്നത്. ഇവിടെ ദാവീദ് എന്ന് പറയുന്നു, എന്റെ അകൃത്യങ്ങളേക്ക് അവൻ പരിഹാരം വരുത്തും. അതിനുശേഷമാണ് അവൻ പ്രാകാരത്തിന്റെ അടുക്കിലേക്ക് ഹല്ലേലൂയ ചേർക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. നമ്മളെയും കർത്താവ് അവൻ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്തതിന് ശേഷം ആണ് നമ്മൾ ശുദ്ധീകരിക്കുന്ന ഒരു ക്രിയയുണ്ട്. ആ ശുദ്ധീകരണത്തിന് ശേഷമാണ് അവന്റെ സന്നിധിയിലേക്ക് നമ്മെ അടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. മാതാവ് അവരുടെ കുഞ്ഞുങ്ങളെ പുറത്ത് കളിച്ചുകൊണ്ടിരുന്ന കുഞ്ഞിനെ മക്കളെ വീട്ടിനകത്തേക്ക് വിളിക്കുമ്പോൾ അവർ പറഞ്ഞ് നിങ്ങളുടെ ഷൂ ഊരിയിട്ട് അല്ലെങ്കിൽ മണ്ണ് പിടിച്ച ഷൂ ഊരിയിട്ടിട്ട് വീട്ടിനകത്തേക്ക് വരാൻ പറയുന്ന പോലെ ഹല്ലേലൂയ, നമ്മളെ ശുദ്ധീകരിച്ച് ദൈവസന്നിധിയിലേക്ക് നമ്മെ ചേർക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. അടുത്തതായി നമുക്ക് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നതിന്റെ ഉദ്ദേശം, വാട്ട്സ് ദ പർപ്പസ് ഓഫ് അവർ സെലക്ഷൻ. ഹല്ലേലൂയ. നമ്മളെ ദൈവം സെലക്ട് ചെയ്യുന്നതിന് ഒന്നാമത് ആത്മീയ അർത്ഥം, സ്പിരിച്വൽ പർപ്പസ് എന്ന് പറയുന്നത് ചോസൻ ബൈ ഗ്രേസ് ഫോർ സാൽവേഷൻ. കൃപയാലുള്ള രക്ഷയ്ക്കായാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. ഹല്ലേലൂയ. ഒരു വ്യക്തി ഒരു വലിയ കുഴിയിൽ അകപ്പെട്ടു, അവനെ രക്ഷപ്പെടാൻ കഴിയുന്നില്ല. നിസ്സഹായാവസ്ഥയിൽ അവൻ ഹല്ലേലൂയ സഹായത്തിനായി അഭ്യർത്ഥിക്കുന്നു. നിരാശയിൽ അവനായിരിക്കുമ്പോൾ ഹല്ലേലൂയ ചുറ്റും നിൽക്കുന്നവരൊക്കെ പറയുന്നുണ്ട് നീ രക്ഷപ്പെടാൻ ശ്രമിക്കുക, നീ ചൂട് ബലത്തിൽ രക്ഷപ്പെടും. പക്ഷെ അവൻ പിന്നെയും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനനുസരിച്ച് പിന്നെയും അവൻ ബലഹീനനായി, പിന്നെയും നിരാശയിലായി, പിന്നെയും ആ കുഴിയിൽ തന്നെ ആയിരിക്കുന്ന സ്ഥിതിയിൽ ഒരു വ്യക്തി വന്നിട്ട് വലിയൊരു ബലമുള്ള ഒരു കയറ്, വലിയൊരു ബലമുള്ള റോപ്പ് കൊടുത്ത് ആ റോപ്പിൽ പിടിച്ച് അവൻ രക്ഷപ്പെടുവാനിടയായിട്ട്. അതുപോലെയാണ് കർത്താവിന്റെ കൃപയുടെ കരം നിസ്സഹായരായിരുന്ന നമ്മെ
ഹല്ലേലൂയ അവൻ ഒരു സഹായത്തിനും ഒരു കണ്ണിനും അവൻ ദയ തോന്നാതിരുന്ന നമ്മെ കർത്താവ് ഹല്ലേലൂയ ഉയരത്തിൽ നിന്ന് കരം നീട്ടി അവൻ നമ്മെ വിടുവിച്ച അവൻ കൃപയുടെ അവൻ കരങ്ങളാണ് അവൻ ഹല്ലേലൂയ. അതിന്റെ അവന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ രക്ഷയാണ്. അവൻ ഹല്ലേലൂയ നമ്മെ സെലക്ട് ചെയ്യുന്നതിന്റെ ഉദ്ദേശം. അവൻ എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങൾ കാണുന്നു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനമത്രയാകുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവത്തിന്റെ ദാനമായ ആ രക്ഷയുണ്ടാണ് കർത്താവ് നമ്മളെ ആ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മെ ഹല്ലേലൂയ കർത്താവ് സെലക്ട് ചെയ്തത്. ഹല്ലേലൂയ. അടുത്തതായി നമ്മെ കർത്താവ് സെലക്ട് ചെയ്യുന്നതിന്റെ അടുത്ത ഉദ്ദേശം എന്ന് പറയുന്നത് നാം ദൈവസന്നിധിയിൽ നിഷ്കളങ്കരും വിശുദ്ധരും ആകണമെന്നുള്ളതാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ മുമ്പ് പറഞ്ഞു, നമ്മളെ സെലക്ട് ചെയ്യുക മാത്രമല്ല, നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ വിശുദ്ധരായി ദൈവസന്നിധിയിൽ നിൽക്കുവാനാണ്. ഹല്ലേലൂയ. ഒരു ഗോഡ് സ്മിത്ത്, ഒരു കൊല്ലൻ ഒരു സ്വർണം എങ്ങനെ ശുദ്ധീകരിക്കുന്നു, അത് പിന്നെയും തീയിലിട്ട് ശോധന ചെയ്യുന്ന പോലെ നമ്മെ തീയിൽ കൂടി കടത്തി നമ്മളെ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. എപ്പോഴാണ് ആ സ്വർണം റെഡിയായത് ആ കൊല്ലന് മനസ്സിലാകുന്നത്? ആ കൊല്ലന്റെ ആ റിഫ്ലക്ഷൻ, ആ ഇമേജ് ആ സ്വർണത്തിൽ റിഫ്ലക്ട് ആകുന്നതും വരെ അന്നേരമാണ് അറിയുന്നത് ഈ സ്വർണം റെഡിയായത്. അവൻ കർത്താവിന്റെ ആ റിഫ്ലക്ഷൻ നമ്മുടെ ജീവിതത്തിൽ അവൻ ദൈവം ആഗ്രഹിക്കുന്നത് ക്രിസ്തു എന്ന തലയോളം നാം വളരണം. അവൻ ആ റിഫ്ലക്ഷൻ കാണുമ്പോൾ ഹല്ലേലൂയ അതുപോലെ തന്നെ അവൻ കർത്താവിന്റെ പ്രതിബിംബം കാണുമ്പോഴാണ് നമ്മൾ ഹല്ലേലൂയ അതാണ് ക്രിസ്തുവിന്റെ തലയോളം വളരണമെന്ന് ഉദ്ദേശിക്കുന്നത്. ഹല്ലേലൂയ. അതുപോലെ നമ്മളെ കർത്താവ് അവൻ വിശുദ്ധീകരിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. അടുത്തതായി നമ്മെ ആത്മീയരായി സമ്പന്നരാക്കുവാനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. യാക്കോബിന്റെ അവൻ ലേഖനം 2-ാം അധ്യായം 5-ാം വാക്യത്തിൽ കാണുന്നു, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശങ്ങളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? ഹല്ലേലൂയ. ആത്മീയമായ ഫലങ്ങൾ ഹല്ലേലൂയ അവൻ ആത്മീയരായി നമ്മളെ സമ്പന്നരാക്കുവാൻ ആത്മാവിന്റെ എല്ലാ ഫലങ്ങളും കായ്ച്ച് കർത്താവിന്റെ ഹല്ലേലൂയ ഫലം കായ്ക്കുന്നവരാകുവാനാണ് കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തത്. ഹല്ലേലൂയ. 1 പത്രോസിന്റെ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു. അവൻ ഹല്ലേലൂയ റോയൽ പ്രീസ്റ്റ്ഹുഡ് ആണ് നാം. ഹല്ലേലൂയ. റോയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് അധികാരമുണ്ട്. ദൈവം നമുക്ക് അധികാരം തന്നിട്ടുണ്ട്. പ്രീസ്റ്റ്ഹുഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ദൈവത്തിന്റെ വചനം ഹല്ലേലൂയ ഘോഷിക്കുവാൻ, അനേകരെ നമ്മൾ താഴ്ചയിൽ നിന്ന് ഉയർത്തുവാൻ, അനേകർക്ക് രക്ഷയ്ക്ക് കാരണമായി തീരുവാൻ നമുക്ക് ഉദ്ദേശമുണ്ട്. ഇവിടെ നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് അവന്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം നമ്മളെ രാജകീയ പുരോഹിത വർഗമായി വിശുദ്ധ വംശമായി സ്വന്തം ജനമായി കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. പകൽക്കാലം നമ്മുടെ അവകാശം ഹല്ലേലൂയ നമ്മുടെ സ്ഥാനം നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. വലിയൊരു സ്ഥാനത്തിന് വേണ്ടിയാണ് കർത്താവ് നമ്മെ ഹല്ലേലൂയ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. അടുത്തതായി ദൈവത്താൽ നാം സന്ദർശിക്കപ്പെട്ടു. വാക്യം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ കാണുന്നു, നീ ഭൂമിയെ സന്ദർശിച്ച് നനയ്ക്കുന്നു, നീ അതിനെ അത്യന്തം പുഷ്ടിയുള്ളതാക്കുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഇങ്ങനെ നീ ഭൂമിയെ ഒരുക്കി അവർക്ക് ധാന്യം കൊടുക്കുന്നു, നീ അതിന്റെ ഉഴവ് ചാലുകളെ നനയ്ക്കുന്നു, നീ അതിന്റെ കട്ട ഉടച്ച് നിരത്തുന്നു, മഴയാൽ നീ അതിനെ കുതിർക്കുന്നു, അതിലെ മുളയെ നീ അനുഗ്രഹിക്കുന്നു, നീ സംഭരിച്ചിരുന്ന നിന്റെ നന്മ കൊണ്ട് അലങ്കരിക്കുന്നു, നിന്റെ പാതകൾ പുഷ്ടി പൊഴിക്കുന്നു. ഈ കാണുന്ന വാക്യങ്ങളെല്ലാം ഹല്ലേലൂയ ഭൗതികമായ അനുഗ്രഹങ്ങളാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. അവൻ സന്ദർശിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവാണ്. ഹല്ലേലൂയ. ഇവിടെ കാണുന്നു, ഭൂമിയെ സന്ദർശിച്ച് അവൻ നനയ്ക്കുകയാണ്. ഹല്ലേലൂയ. അവൻ പഴയ നിയമകാലത്ത് ഇസ്രായേലിന് ഒരു അനുഗ്രഹം ലഭിച്ചതിന്റെ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇവിടെ ദാവീദ് ഇവിടെ ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അവിടെ വലിയൊരു വരൾച്ചയ്ക്ക് ശേഷം വരണ്ടിരുന്ന ആ ഒരു ഭൂപ്രദേശത്ത് ദൈവം മഴ അയച്ച് അത് ഫലപുഷ്ടിക്ക് കൃഷിക്ക് യോഗ്യമാക്കണം, അവർക്ക് അനേകം നന്മകളും അനുഗ്രഹങ്ങളും ലഭിക്കത്തക്ക വേണം അവരുടെ ദേശത്തെ കർത്താവ് അനുഗ്രഹിക്കുന്നതായി കാണുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ഹല്ലേലൂയ അതിനുശേഷം കാണുന്നു, ദൈവത്തിന്റെ നദിയിൽ വെള്ളം നിറഞ്ഞിരിക്കുന്നു, ഹല്ലേലൂയ കട്ടകൾ ഹല്ലേലൂയ അത് ഉടച്ചു നിരത്തുന്നു,
ഉഴവുചാലുകൾ നനയ്ക്കുന്നു. അതിൽ വെള്ളമില്ലാതെ അവന് ജലാശയങ്ങളൊക്കെ വരണ്ടിരുന്ന അവൻ ജലാശയത്തിലേക്ക് വെള്ളം വരികയാണ്. ഹല്ലേലൂയ. അത് ശക്തമായി വരുമ്പോൾ അവിടെയുള്ള കട്ടകളൊക്കെ അത് അവൻ ഹല്ലേലൂയ ഉടയ്ക്കുവാൻ അത് കാരണമായി തീർന്നു. ഹല്ലേലൂയ. അതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം വരുന്നത്. കർത്താവിനെ വിശ്വസ്തമായി സേവിക്കുകയാണെങ്കിൽ അവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അവന് അത്ഭുതകരമായി അപ്രതീക്ഷിതമായി ദൈവം അനുഗ്രഹങ്ങളും നന്മകളും അവൻ ചൊരിയുവാൻ ഇടയായി തീരും. ഇത് 2026 ഹല്ലേലൂയ ദൈവത്തിന്റെ സന്നിധിയിൽ അവൻ നാം വിശ്വസ്തമായി ദൈവത്തിന് വേല ചെയ്താൽ പഴയ കാലം നോക്കുകയാണെങ്കിൽ യാക്കോബിന്റെ അവൻ ജീവിതത്തിൽ, ഇസഹാക്കിന്റെ ജീവിതത്തിൽ, അബ്രഹാമിന്റെ ജീവിതത്തിലൊക്കെ അവൻ അനുഗ്രഹം നൽകിയിട്ടുണ്ട്. കർത്താവ് ഇന്നലെയും ഇന്നും അനന്യനാണെങ്കിൽ അവൻ ഇന്ന് അവൻ ദൈവസന്നിധിയിൽ വെക്കുന്ന അവൻ ആ കാര്യങ്ങൾക്ക് കർത്താവ് മറുപടി നൽകുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഫിനാൻസ്, നമ്മുടെ ഹെൽത്ത്, അവൻ നമ്മുടെ കരിയർ, അവൻ എല്ലാത്തിനും കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. ദൈവ സമസ്ത മേഖലകളിലും അനുഗ്രഹങ്ങൾ അവൻ ചെയ്യുവാൻ അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. കാർഷിക മേഖലയിൽ ദൈവം നൽകിയ അനുഗ്രഹത്തിന് ഉദാഹരണമാണ് ഉൽപ്പത്തി 26:3. ഇസഹാക്കിനോട് ദൈവം പറയുന്നു, നീ ഈ ദേശത്ത് താമസിക്കാൻ ഞാൻ നിന്നോട് കൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ ഇത് ഏത് കോണ്ടക്സ്റ്റിലാണ് പറയുന്നത് അറിയാം? അവിടെ വലിയൊരു വരൾച്ച വന്നു. അവൻ അനേകം പേർ അവൻ ആ യെരൂശലേം വിട്ടുപോയി. എല്ലാവരും മിസ്രൈമിലേക്കൊക്കെ പോവുക. അപ്പോൾ ഇസഹാക്കും മിസ്രൈമിലേക്ക് പോയാലോ എന്നുള്ള ഒരു തോന്നലോടെ ഇരുന്നപ്പോൾ അവൻ അവിടെ ദൈവം അവൻ വന്ന് ഇടപെടുകയാണ്. നീ ഈ ദേശത്ത് താമസിക്കുക, ഞാൻ നിന്നോടുകൂടി ഇരുന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അവൻ അതിനുശേഷം അവൻ കാണുവാൻ കഴിഞ്ഞു ഇസഹാക്കിന്റെ ദൈവം അവനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. 100 മേനി അവൻ അനുഗ്രഹങ്ങൾ ദൈവം നൽകി. ഹല്ലേലൂയ. അവൻ കാർഷിക മേഖലയിൽ ദൈവം അനുഗ്രഹിച്ചപ്പോൾ അത് അവൻ ഒന്നും അപഹരിച്ച് കളയുവാൻ കഴിയാതെ വണ്ണം ദൈവം അവനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ അനുഗ്രഹമുള്ളവനായി തീരുവാനിടയായി തീർന്നു. അവൻ ഹല്ലേലൂയ കാർഷിക മേഖലയിൽ ദൈവം പഴയ നിയമകാലത്ത് അവനെ അനുഗ്രഹിച്ചതായി കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ. അവൻ അതുപോലെ 1 ശമൂവേൽ 2:21 കാണുന്നു. അവൻ ദൈവം അതുപോലെ തന്നെ അടുത്ത അവൻ പോയിന്റ് ദൈവം നമ്മെ സന്ദർശിച്ച് നമ്മുടെ സ്ഥിതി മാറ്റുന്ന കർത്താവാണ്. ഹല്ലേലൂയ. ഇവിടെ അവൻ 1 ശമൂവേൽ 2:21 കാണുന്നു. ഹന്നയുടെ ജീവിതം തന്നെ അവൻ ദൈവം മാറ്റുകയാണ്. The Lord visited Hannah and she conceived. യഹോവ ഹന്നയെ കടാക്ഷിച്ചു, അവൾ ഗർഭം ധരിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. അവൻ സന്ദർശിച്ച് അവളുടെ സ്ഥിതിയെ കർത്താവ് മാറ്റുവാൻ ഇടയായി തീർന്നു. ഹല്ലേലൂയ. അവൻ ലൂക്കോസിന്റെ സുവിശേഷം 7:11 അവൻ 11 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ നൈൻ പട്ടണത്തിൽ കർത്താവ് പ്രവേശിക്കുകയാണ്. അവിടെ കർത്താവ് വിസിറ്റ് ചെയ്യുമ്പോൾ അവൻ വിധവയായ സ്ത്രീയുടെ സ്ഥിതിയെ കർത്താവ് മാറ്റുകയാണ്. തന്റെ ഏകജാതനായ മകൻ അവൻ മരിച്ചു പോയപ്പോൾ കർത്താവ് അവൻ എഴുന്നേൽപ്പിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ കാണുവാൻ കഴിയുന്നു. അവിടെ ജീവിതം തന്നെ അവിടെ സ്ഥിതികൾ തന്നെ ദൈവം മാറ്റുവാൻ ഇടയായി തീർന്നു. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകൾ കർത്താവ് മാറ്റുവാൻ മതിയായവനാണ്. ഹല്ലേലൂയ. അതിന്റെ 13-ാം വാക്യത്തിൽ കാണുന്നു, മേച്ചിൽപ്പുറങ്ങൾ ആട്ടിൻകൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. ഇവിടെ കൃഷി സമ്പത്തിലുള്ള അനുഗ്രഹം മാത്രമല്ല, അടുത്ത ഇവിടെ കാണുന്നു അവൻ മൃഗ സമ്പത്തിലുള്ള അനുഗ്രഹമാണ് കാണുന്നത്. അവൻ എല്ലാ വിധത്തിലും അങ്ങനെ ഇസ്രായേലിനെ ദൈവം അനുഗ്രഹിച്ച ഒരു കോണ്ടക്സ്റ്റിലാണ് ദാവീദ് ഒരു നന്ദി കരയറ്റുന്ന അവന്റെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. 65-ാം സങ്കീർത്തനം. അവരുടെ കാണുന്നു, താഴ്വരകൾ ധാന്യം കൊണ്ട് മൂടിയിരിക്കുന്നു, അവ ആർക്കുകയും പാടുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. അതിന് മൃഗസമ്പത്ത് കൊണ്ട് ദൈവം അനുഗ്രഹിച്ചതിന് ഉദാഹരണമാണ് യാക്കോബ്. യാക്കോബ് 16-ാമിൽ ലാബാന്റെ ഭവനത്തിലായിരുന്നപ്പോൾ അവിടുത്തെ ആടുകളെ നോക്കുന്ന അവൻ കഷ്ടപ്പാടുള്ള ജോലിയായിരുന്നു യാക്കോബിന്. എന്നാൽ യാക്കോബിന് തക്കതായ കൂലി ഈ ലാബാൻ നൽകാതിരുന്നപ്പോൾ ഏറ്റവും അവസാനം യാക്കോബ് ചോദിക്കുകയാണ്, എനിക്ക് എന്റെ കൂലി തരണമെന്ന് ചോദിക്കുമ്പോൾ ഈ ലാബാൻ പറയുന്നത്, ഈ വെള്ളയാടുകൾ അവിടെ വെള്ളയാടുകൾ തീരെ കുറവാണ്, വെള്ളയാടുകൾ ഏറ്റവും കുറവുള്ള വെള്ളയാടുകളെ നീ എടുത്തു, ഈ യാക്കോബിനെ കളിപ്പിക്കത്തക്ക രീതിയിൽ അങ്ങനെ പറഞ്ഞു. എന്നാൽ അവൻ പിറ്റേ ദിവസം മുതൽ ആടുകൾ എല്ലാം പ്രസവിക്കുന്നത് വെള്ളയാടുകളായി തീരുവാനിടയായിരുന്നു. ഹല്ലേലൂയ. ദൈവഹിതത്തിന് അനുകൂലമായി ആരെങ്കിലും നിന്നാൽ അതെല്ലാം മാറ്റി നമുക്കെതിരെയുള്ള ലോകൾ, നമുക്കെതിരെയുള്ള നിയമങ്ങൾ, നമുക്കെതിരെയുള്ള എന്ത് പ്രതിസന്ധികളും മാറ്റി നമുക്ക് അനുഗ്രഹമായി തീർക്കുവാൻ മതിയായവനാണ് നമ്മുടെ കർത്താവ്. അതിനുശേഷം ലാഭം വിചാരിച്ചു, വെള്ളയാടുകളിൽ ഒത്തിരി ഉണ്ടാകുന്നു, ഒരു കാര്യം ചെയ്യാം, വെള്ളയാടുകൾ കൊടുക്കണ്ട, പുള്ളിയും പാടുമുള്ള ആടുകൾ എടുത്തോളാൻ പറഞ്ഞു. അത് വളരെ റെയറായിട്ട് വരുന്ന ആടുകളാണ്.
പക്ഷെ പിറ്റേ ദിവസം മുതൽ ഉണ്ടാകുന്ന ആളുകൾ മുഴുവൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ ആമേൻ പുള്ളിയും മറുകുമുള്ള ആമേൻ ആളുകളായി തീരുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമായി ഇന്ന് ആമേൻ പുതുവർഷത്തിൽ ഹല്ലേലൂയ ഈ വാക്യമാണ് നാം ഏറ്റെടുക്കേണ്ടത്. ഏതെങ്കിലും മണ്ഡലത്തിൽ ഹല്ലേലൂയ നമുക്ക് ഭാരമുണ്ടെങ്കിൽ, ഏതെങ്കിലും മണ്ഡലത്തിൽ ഹല്ലേലൂയ നമ്മൾ ആകുല ചിന്തരായിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ പ്രാപിക്കണം. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ദൈവത്തിന്റെ ഉദ്ദേശം നമ്മുടെ ജീവിതത്തിൽ അവൻ നിറവേറുവാൻ ഹല്ലേലൂയ. കർത്താവേ, നീ എന്നോടൊപ്പം ഉണ്ടെങ്കിൽ എനിക്ക് ആദ്യത്തെ പ്രതികൂലമാണ്, എനിക്കെതിരെ ആർ നിൽക്കും? അവൻ എനിക്കെതിരെയുള്ള സെരിബാബേൽ നീ സമഭൂമിയായി പോകുമെന്ന് ഇന്ന് ധൈര്യത്തോടെ ദൈവസന്നിധിയിൽ പറയാം. ഹല്ലേലൂയ. സങ്കീർത്തനം 14:7 കാണുന്നു, യഹോവ തന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. നന്മകൾ കൊണ്ട് കർത്താവ് നമ്മളെ ഹല്ലേലൂയ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഇതൊരു ആശംസ പോലെ അവൻ ഈ 2026 കർത്താവ് നമ്മുടെ ജീവിതത്തിൽ അവൻ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഹല്ലേലൂയ. ഈ വാക്യങ്ങൾ നമുക്ക് ഏറ്റെടുക്കാം ദൈവസന്നിധിയിൽ. ഹല്ലേലൂയ. നമ്മുടെ സ്ഥിതികൾക്ക് കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഏൽപ്പിക്കാം. കർത്താവ് നമ്മളെ നടത്തട്ടെ, പരിപാലിക്കട്ടെ. 1000 നന്മകൾ നാം പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ 1000 പ്രാപിച്ച നാളുകൾ ഓർത്തിടുമ്പോൾ സാരമില്ലീ ക്ലേശം മാറിടുവേ. നാദനാഥൻ കൂടെയുണ്ട്. കൃപയാ 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 നിത്യം സ്നേഹമുണ്ട്. കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തിയുണ്ട്. കൃപയാ 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 നിത്യം സ്നേഹമുണ്ട്. കൃപയാ 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 എന്നിൽ പകർന്നൊരു ശക്തിയുണ്ട്. ദൈവത്തിൻ സ്നേഹത്തിൻ ആഴമിത് എത്രയോ ശ്രേഷ്ഠമാം കണ്ടരുതൽ എന്നും വൻകൃപയാ. എത്രയോ ശ്രേഷ്ഠമാം കണ്ടരുതൽ എന്നും വൻകൃപയാ. കൃപയാ കൃപയാ ദൈവത്തെ സ്തുതിക്കാം. അനുഗ്രഹിക്കപ്പെട്ടൊരു സങ്കീർത്തനം കേൾക്കാനും അത് വിവരിപ്പാൻ തന്റെ മകനെ ബലപ്പെടുത്തിയതുകൊണ്ടും പരിശുദ്ധാത്മാവതനമായി താങ്ങിയതുകൊണ്ടും നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മെമ്മറി വേർഡ്സ് ആണ് കുഞ്ഞുങ്ങളെ. ഇനിയും ഇംഗ്ലീഷ് സോങ് ആണ്. അതിന് കൊയറിനെ ക്ഷണിച്ചു കൊടുക്കും. Let us continue worshiping God to our English worship. And
in Hebrews chapter 13, verses 8, it says, Jesus Christ is the same yesterday, today, and forever. When we look into our yesteryears, in whatever situation we were in, we were able to see God's faithfulness, we were able to see God's mercy and His grace in our lives. Even as we stand here today, on this very day, we are here because of His faithfulness, of His grace, and of His mercy. And it is a testimony of our lives. We know that in the future, if God is going to have His second coming delay, we know God is going to be faithful and gracious and merciful to us. Even as we stand over here, we know that because of our prideful life, because of our human body, our sinful life, we do not deserve any of this. But God chose, because of His unconditional love, to be faithful to us. And because of that, He deserves all our glory, all our honor, and all our praise. So let us continue worshiping Him with this old hymn. The
അങ്ങയോട് സ്തോത്രം ഇപ്പോഴ കുഞ്ഞുങ്ങളുടെ മനഃപ്പാഠവാക്യങ്ങളാണ്. അതിനായിട്ട് അവരെ ക്ഷണിക്കുന്നു. കുഞ്ഞുങ്ങളൊക്കെ കടന്നു വന്ന് മനഃപ്പാഠവാക്യങ്ങൾ ഉത്സാഹത്തോടെ പറഞ്ഞാട്ടെ. Then Jesus said to his disciples, "If you want to follow me, you have to give up your own life, take up the cross, and follow me. If you try to hang on to your life, you will lose it. But if you try to hang on to your life, you will lose it. But if you give up your own life for my sake, you will save it. And what would you benefit if you gave the whole world but lose your own soul? Is anything worth more than your own soul? For the Son of Man will come down with the angels. For the Son of Man will come down with the angels in the favor of God and judge everybody according to their deeds." Matthew 16 verses 24 to 27. The Lord is filled with love, joy, peace, kindness, faithfulness, gentleness, and self-control. Galatians 5 verses 21-22. Joel chapter 2 verse 32. And it shall come to pass that whoever calls on the name of the Lord shall be saved. For in Mount Zion and in Jerusalem there shall be deliverance, as the Lord said, among the remnant whom the Lord calls. Psalms 121, 1 and 2. I lift up my eyes to the hills. Where does my help come from? My help comes from the Lord who made heaven and earth. Psalms 119 verses 1 and 2. Blessed are those who are undefiled in their way, who follow the law of the Lord. Blessed are those who keep his testimonies, who seek him with a whole heart. Make a joyful shout to the Lord, all you lands. Serve the Lord with gladness. Come before his presence with singing. Psalms 100, verse 1 and 2. Psalms 104, verse 24. O Lord, how wonderful are your works, and wisdom you have made them all. Your earth is full of your possessions. Jeremiah 31, verses 3. The Lord has appeared us to the past, saying, I have loved you with everlasting love. I have drawn you with unfailing kindness. Matthew 7:7. Ask and be given to you, seek and have found, knock and the door will be opened to you. Beloved, do not avenge for yourself, or give it a place to brag, for it is written, Vengeance is mine, I will repay, says the Lord. Therefore, if your enemy is hungry, feed him. If he is thirsty, give him a drink. For in so doing, you will heap coals of fire on his head. Do not overcome evil Do not be overcome by evil, but overcome evil with good. Romans 12, verse 19-21. Amen. Psalm 37, verses 1 to 4. Do not hurt those who are evil, or be envious of those who do wrong. For like the grass they will soon wither, like green plants they will soon dry away. Trust in the Lord and do good. Like dwell in the land and enjoy safe pasture. Take delight in the Lord, and he will give you the desires of your heart. 1 Corinthians chapter 13, verses 12 to 13. For now we see in a mirror, dimly, but then face to face. Now I know in part, but then I shall know fully, just as I am fully known. And now abide in these three: faith, hope, and love, the greatest of these being love. Philippians 4, verses 4 to 7. Rejoice always, and again I will say rejoice. Let your reasonableness be made known to everyone. The Lord is at hand.
Do not be anxious about anything, but in everything with prayer and supplication, by prayer and supplication and thanksgiving, let your requests be made known to God. And the peace of God, which surpasses all understanding, will guard your hearts and your minds in Christ Jesus. Praise the Lord, all ye nations. Exalt his name, all ye peoples. For great is his steadfast love towards us, and his faithfulness endures forever. Praise the Lord. Psalm 117. The way of the Lord winds upward from the west, that he may turn away from the path of the hells below. The Lord will destroy the house of the wicked, but he will establish the boundaries of the widow. The thoughts of the wicked the Lord finds an abomination, but the words of the pure the Lord finds pleasant. Proverbs 15 verses 24 to 27. ನಿನ್ನ ಕಷ್ಟದ ಪರಿಹಾಸಗಳು ದುಷಿಗಳಲ್ಲ ತೀರಾಟಾರವ ದುಷಿಗಳಲ್ಲ ತೀರಾಟಾರವ
ഭാഷയില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും ഒരു മൗനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. I think because Pastor is not over here and everybody's a bit quiet. 25 ആർക്കെങ്കിലും ദൈവം നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നന്മയ്ക്കനുസരിച്ച് ഒരു ഹല്ലേലൂയ നമ്മുടെ കർത്താവ് സ്തുതിക്കുകയൊക്കെയാണ്. ആരാധന കൊതിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ സംസാരിക്കുന്നത് കേൾക്കുമ്പം വലിയ കൊച്ചന്മാർക്ക് സന്തോഷമാണ്, മാതാപിതാക്കൾക്ക് സന്തോഷമാണ്. When the small kids are talking, the grandparents and the parents are happy. അവരെന്തു പറയുന്നു എന്നുള്ളതല്ല, It's not about what they are saying. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ നമുക്ക് മുത്തുകളാണ്. Whatever comes from their mouth is like pearl to us. അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവ് എത്ര സന്തോഷിക്കും. It's like that. Just imagine how much our Savior is happy. ആ ദൈവത്തെ ആരാധിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. To worship that God. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. May God bless us. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് For today's meditation, നമുക്ക് ഒരു ദൈവവചനം വായിക്കാം. let's read the words. 1 പത്രോസ് 2:21. 1 Peter chapter 2 verses 21. ആരെങ്കിലും ഒരാൾ ശബ്ദം ഉയർത്തി മലയാളത്തിലും ഇംഗ്ലീഷിലും ആ വാക്യം ഒന്ന് വായിച്ചാൽ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വച്ചുവെച്ച് പോയിരിക്കുന്നു. For to this you were called, because Christ also suffered for us, leaving us an example that you should follow his steps. കർത്താവിന്റെ കാൽച്ചുവട് പിന്തുടരുക. Follow Christ's steps. ആര് കർത്താവിന്റെ കാൽച്ചുവട് പിന്തുടരുന്നു, Whoever follows Christ's steps, ആ വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാനിടയാണ്. that person will surely be blessed. ഇവിടെ പത്രോസ് പറയുകയാണ് കർത്താവിന്റെ കാൽച്ചുവട് പിന്തുടരണം. Here Peter is saying that we are supposed to follow Christ's steps. ആ അധ്യായങ്ങളൊക്കെ പത്രോസ് എഴുതുമ്പോൾ കഷ്ടതയെക്കുറിച്ചും ഭാരങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചും എഴുതുന്നുണ്ട്. When he was writing this chapter, he was talking about all the difficulties and all the problems that was happening. ഏത് പ്രശ്നങ്ങളും ഏത് വിഷയങ്ങളും വന്നാലും പിന്തുടരുവാൻ ഒരു പാദമുള്ളത് കർത്താവിന്റെ പാദമാണ്. No matter what problems or difficulties come, there's only one step that we are supposed to follow, and that is Christ. കർത്താവിനോട് അനുരൂപപ്പെട്ട് കർത്താവിന് അനുരൂപരായി തീരുവാൻ കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. God wants us to be following His example. ക്രിസ്താനുരൂപരായി തീരണം. We have to be like Christians. ക്രിസ്തുവിൽ വളരണം. We have to grow in Christ. ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. We have to be like Him. ഇതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. This is what He desires. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ When God created man, ദൈവത്തിന്റെ സാദൃശ്യപ്രകാരവും സ്വരൂപപ്രകാരവും സൃഷ്ടിച്ചു. He was made in His likeness. എന്തിനാ അങ്ങനെ സൃഷ്ടിച്ചത്? Why was He created that way? ദൈവത്തെ പോലെ സൃഷ്ടിച്ചെങ്കിൽ ദൈവത്തിന്റെ എല്ലാ അവകാശങ്ങളും ഈ വ്യക്തിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ചത്. If He was created in His image, then all the blessings can be ആ taken. സാദൃശ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയപ്പോൾ When He moved away from that blessing, വീണ്ടും ആ സാദൃശ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ in order to bring Him back into that blessing, കർത്താവ് ഒരുക്കിയ പദ്ധതിയാണ് കാൽവരി ക്രൂശ്. what He arranged was a cross on Calvary. ഒരു കാര്യം മറന്നു പോകരുത്. Let's not forget one thing. രൂപഭംഗി നഷ്ടപ്പെട്ട സ്ഥാനത്ത് When we lost that likeness, ആ രൂപം മടക്കി തന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. God is a God who restores that likeness back. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിച്ചോണം, Everybody over here should think, ഞാൻ കർത്താവിനെ പോലെ I need to be like Christ. തേജസ്സേറിയവനാണ് എന്റെ കർത്താവ്. My Father is heavenly. ആ തേജസ് എന്റെ മേലുണ്ട്. When the glory is, മറുവശത്ത് on the other side, തേജസ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയുണ്ട്. there's a place where the glory has been lost. അന്ന് പിശാചിന്റെ രൂപമായിരുന്നു. That's the image of അപ്പൊ ആരുടെയെങ്കിലും ജീവിതത്തിൽ ഈ തേജസ് നഷ്ടപ്പെട്ടാൽ if any of our lives the glory is lost, നിന്റെ രൂപം മാറ്റൊന്നാണ്. your likeness is something else. എന്നാൽ കാൽവരി രക്തത്താൽ But through the blood shed on the cross, നീ വീണ്ടെടുപ്പ് പ്രാപിച്ചു കഴിഞ്ഞപ്പോൾ when you were restored, നീ ക്രിസ്തുവിനെ പോലെയായി. you were like Christ. ആ ഭാവമാണ് നിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. That is what we're supposed to have in ആ us. സ്വഭാവമാണ് നിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. We're supposed to have that character in ആ us. സംസാരമാണ് നിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. We're supposed to have that talk in us. ആ പ്രവൃത്തിയാണ് നിന്നിൽ ഉണ്ടായിരിക്കേണ്ടത്. Our dealing should be that way. അത് വെറുതെ അങ്ങ് പറയുകയല്ല. I'm not just simply saying that. ഇവിടെ റോമാലേഖനം 8:29 വാക്യം ഒന്ന് വായിക്കുമ്പോൾ In Romans chapter 8 verses 29 as we read, അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദരയാതനാകേണ്ടതിന്
അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. For those whom he foreknew, he also predestined to be conformed to the image of the Son, in order that he might be the firstborn among the brothers. അവന്റെ സ്വരൂപത്തോട്, In his image. അവന്റെ സ്വരൂപത്തോട് നാം എന്തോ ആയിത്തീരണം? What are we supposed to be in his image? അനുരൂപരായിത്തീരണം. We're supposed to be conformed in it. ആ അനുരൂപരായി തീരുന്നത് നമുക്ക് ലഭിച്ച ഒരു കൃപയാണ്. In order to be conformed in it, it is by grace. ഇത് ഇന്ന് തീരുമാനിച്ചതല്ല. This was not decided today. ഡെൻവറിൽ വന്നപ്പോൾ തീരുമാനിച്ചതല്ല. It was not decided when we came to Denver. എന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് Even before I was formed in my mother's womb. അവൻ എന്നെയും നിങ്ങളെ മുൻനിയമിച്ചു. You were before that. എന്തിനാ മുൻനിയമിച്ചത്? Why did he predestine us? അവന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപരായി തീരുവാൻ, So that we are conformed into his image. അവന്റെ സ്വരൂപം നമ്മിൽ കാണുവാൻ. So that he can see us in this image. ആ ഇത്ര മഹാഭാഗ്യം നമുക്ക് ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. Let's thank God for this great blessing in our lives. ഗലാത്യർ 4:19 വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു, When we read Galatians chapter 4 verse 19, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോഴും until Christ is formed in you, ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നു എന്നാ പറഞ്ഞ പത്രോസ് പറയുന്നത്. I am again in anguish of childbirth. സഭയെ നോക്കി പത്രോസ് പറയുക, ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോൾ. Paul is looking into the church and saying, until Christ is formed in you. എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിലാകണം, നീ ക്രിസ്തുവിനെ പോലെയാകണം. What he means is like you have to be like him. കർത്താവിനെ പോലെ ആകാതെ അല്ലെ ക്രിസ്തു നിന്നിൽ വസിക്കാതെ നിനക്ക് ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. Without Christ dwelling in you, you cannot sustain in this world. എഫേസ്യലേഖനം 4:24 പറയുന്നു, In Ephesians chapter 4 verses 24 it says, പുതുക്കം പ്രാപിച്ച് and to put on the new self, സത്യത്തിന്റെ ഫലമായ created after the likeness of God, നീതിയിലും വിശുദ്ധിയിലും ദൈവാനുരൂപമായി in true righteousness and holiness. സൃഷ്ടിക്കപ്പെട്ട പുതു മനുഷ്യനെ ധരിച്ചുകൊള്ളണം. We have to be like a new man that is formed. അപ്പൊ എന്തോ ഇല്ലിപ്പോഴ്. So what is not there right now? ഇവിടെ ഈ വാക്യത്തിൽ പൗലോസ് പറയുക, നിങ്ങൾ നീതിയിലും വിശുദ്ധിയിലും സത്യത്തിന്റെ ഫലം എന്തുവാ? നീതിയും വിശുദ്ധിയും. ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തിയോടാ അല്ലെ ഒരു സമൂഹത്തോടാ പറയുന്നത്, നിങ്ങൾ ഇതിലൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും നിങ്ങൾ കടന്നു വരുമ്പോൾ നിങ്ങൾ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ടവരാണ്. And what Paul is trying to say over here is in true righteousness and holiness. When he's talking to the people, what is missing is that true righteousness and holiness. So what he's saying is to put in the new self, created after the likeness of God, in true righteousness and holiness. അതാ പുതു മനുഷ്യൻ. That is a new person. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും പുതു മനുഷ്യരാണ്. Everybody is sitting over here as a new creation. നീതിയിലും വിശുദ്ധിയിലും നീ പുതു മനുഷ്യനായി തീർന്നു. In true righteousness and holiness, you are supposed to be the new person. അത് നിന്റെ കൊണ്ടുണ്ടായതല്ല, It's not because of your നിന്റെ capability. വിദ്യാഭ്യാസം കൊണ്ടുണ്ടായതല്ല, It's not because of your education. നിന്റെ കുടുംബമയം കൊണ്ടുണ്ടായതല്ല. It's not because of your family tree. കൃപ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. It's because grace came up from heaven. പിതാവ് പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. When God sent His Son to this world, ആ പുത്രൻ നമുക്ക് വേണ്ടി ജീവൻ തന്നു. that Christ gave His life to us, നഷ്ടപ്പെട്ടതിനെ മടക്കി തന്നു. to restore what was lost, പുതുമനുഷ്യനായി നിർത്തി. to have a new creation. അത് പ്രാപിച്ച ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I pray for those who have received that. എഫേസ്യർ 4:15 പറയുന്നു, In Ephesians chapter 4 verse 15 it says, സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകണം. rather speaking the truth in love, we are to grow in every way into Him who is the head, into Christ. സ്നേഹത്തിൽ സത്യം സംസാരിക്കണം. Speaking the truth in love. അപ്പൊ സത്യം പറയുന്നവൻ എന്തുണ്ടായിരിക്കണം? So what does a man who speaks in truth should have? സ്നേഹം. Love. ഈ സ്നേഹമില്ലെങ്കിൽ പിന്നെ ഒന്നുമില്ല. If there is no love, there is nothing. നമുക്കറിയാം, കൊരിന്ത്യലേഖനം 13-ാം അധ്യായത്തിൽ പറയുന്നത് സ്നേഹം ഇല്ലെങ്കിൽ പിന്നെ എന്തില്ലെന്നാണ്? ഒന്നുമില്ല. ചിലമ്പുന്ന ചെമ്പോ അല്ല മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന സ്നേഹമില്ല പിന്നെ നിന്റെ വലിയ തടി കൊണ്ട് ഒരു ഗുണവുമില്ല. In 1 Corinthians chapter 13 we say that if there is no love, there is മുഴങ്ങുന്ന ചെമ്പും ചിലമ്പുന്ന കൈത്താളവും അവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാല്, ഈ ചെമ്പെന്ന് പറയുന്ന സാധനം നല്ലതാ, കാര്യമൊക്കെ ശരിയാണ്. പക്ഷെ ഈ ചെമ്പേല് നമ്മുടെ കൈ തൊട്ടാൽ ശബ്ദം കേൾക്കും, പക്ഷെ അപശബ്ദവും കേൾക്കും.
When they talk about the clashing cymbals, what it says like, even if it touches, there will be a good sound and a bad sound. ഈ കൈത്താളം നല്ലതാ, അത് അതിൻ്റെതായ രീതിയിൽ ഉപയോഗിച്ചാൽ നല്ലതാ, പക്ഷെ അല്ലെങ്കിൽ പിന്നെ അപശബ്ദം വരും. If you use it in a proper way, it sounds good, but if you use it in a wrong way, then it sounds bad. നിന്നിൽ നിന്ന് അപശബ്ദം ഉണ്ടാകരുത്. It should not have a bad sound from it. മറ്റുള്ളവർക്ക് ഗുണം വരുമാറ് നല്ല ശബ്ദം നിന്നിൽ നിന്ന് പുറപ്പെടണം. For somebody to get something good out of it, there should be a good sound out of you. ചിലർ വാ തുറന്നാൽ മറ്റുള്ളവർക്ക് അഗോചരമാണ്. Sometimes when a person opens their mouth, it is bad for some people. രണ്ട് കാര്യത്തിനെ വാ തുറക്കും. You should open your mouth for two things only. ഒന്ന് കഴിക്കാൻ, One to eat, മറ്റൊന്ന് കള്ളം പറയാൻ. other to lie. അങ്ങനെ പറയുന്നവരുണ്ട്. There are people who say that. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാരെ നമ്മുടെ പിതാക്കന്മാരൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അവരങ്ങനെ There are many people back home in Kerala who actually use this phrase. അവർ കിഴക്കോട്ട് പോകാന്ന് പറഞ്ഞാൽ അവർ പിന്നെ എങ്ങോട്ട് പടിഞ്ഞാട്ടേക്ക് പോകും. When they go one way, they take the opposite way of back. ഒരു ദൈവവൈദ്യന് സത്യം സംസാരിക്കണം. Child of God should speak truth in love. നീ ദൈവത്തിന് അനുരൂപമാണ്. You are supposed to be in the likeness of God. കൊലോസ്യ ലേഖനം 2:10 പറയുന്നു. In Colossians chapter 2 verse 10 it says, എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കണം. and you have to be filled in Him who is the head of all rule and authority. എല്ലാ വാഴ്ചയ്ക്കും അധികാരവും അവനിലാണ്. All rule and authority is of Him. എല്ലാത്തിന്റെ അധികാരി അവനാണ്. He is the authority over everything. ഞാൻ നിങ്ങൾ പരിപൂർണരായിരിക്കണം. We have to be filled in that. എന്താ അതിന്റെ അർത്ഥം? What does that mean? ഇവിടുത്തെ വാഴ്ചകളും അധികാരങ്ങളും ഒന്നും പരിപൂർണതയുള്ളതല്ല. Over here all the authorities are not permanent. പരിപൂർണമായ ഒരു വാഴ്ച വരാൻ പോകും. There is a permanent authority that's going to ആ പരിപൂർണമായ വാഴ്ചയിൽ ഞാൻ പൂർണ്ണതയുള്ളവനായിരിക്കണം. in that permanent rule I have to be filled in that. കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ ഭരണത്തിന് വരാൻ കാരണമായി. The reason that Christ has come over here is to rule. 1000 ആണ്ട് ഈ ഭൂമിയിൽ വാഴും. He will rule 1,000 years. അതിന് യാതൊരു മാറ്റവുമില്ല. There is no change in that. ദൈവവചനം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആ വാഴ്ചയുടെ ആ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ക്രമീകരണമായി ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. When we read the word of God, the preparedness of that 1,000-year rule is happening right now. മിടുക്കന്മാരായ ഭരണാധികാരികളൊക്കെ ഈ ലോകത്തിലുണ്ടായിരുന്നു. There are many smart people who are ruling presently in this world. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ When we look back in history, ചരിത്രത്തിൽ ഒരുപാട് ഉന്നതന്മാരെ നമുക്ക് കാണാൻ കഴിയും. there were many intelligent men. അവരൊക്കെ നമ്മൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം, Sometimes we may talk about ഇവരൊക്കെ മിടുക്കന്മാരായിരുന്നു, there are some smart people. ഇവരൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. They have done many things. പക്ഷെ അവസാനം വന്ന് നോക്കുമ്പോൾ But when you come towards the end, ശൂന്യതയാണ് അവിടെ കാണുന്നത്. it is all useless. മരണത്തോട് അവർ അധപ്പതിച്ചു പോയി, അല്ലെങ്കിൽ തകർന്നു പോയി. They got defeated by death. എന്നാൽ But നമ്മുടെ കർത്താവായ യേശുക്രിസ്തു our Lord Savior Jesus Christ, മരണം കൊണ്ട് അവസാനിച്ച ഒരു വ്യക്തിയല്ല. He did not end with death. മരണം കൊണ്ട് സകലത്തെയും ഉയർത്തിയ ദൈവമാണ്. Through that he was able to get victory over everything else. ദൈവമക്കൾക്ക് എത്ര സന്തോഷമുണ്ടാകേണ്ട കാര്യമാണ്. How much are we supposed to rejoice in this fact? നമ്മൾ വരെ ഈ ലോകത്തിൽ ഒരുപാട് കണ്ടുപിടുത്തങ്ങളുണ്ട്. We know there are a lot of discoveries in this world. ലോകത്തില് മനുഷ്യൻ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ട്. Many discoveries have been done by men in this world. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. Just think about it. നമ്മൾ പറയും ഈ ബൾബ് കണ്ടുപിടിച്ചത് ആരാ? പ്രകാശം. You might think who created the invention of the bulb. ആരാ? തോമസ് ആൽവ ഒരു നല്ല ദൈവത്തിലായിരുന്നു. അദ്ദേഹം ദൈവത്തെ അടക്കി ജീവിച്ച മനുഷ്യനായിരുന്നു. Thomas Edison is a good person. He lived by God's word. അപ്പൊ ഇന്ന് സൂര്യൻ ഉദിച്ചില്ലെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും. If the sun does not rise up, what can പ്രകാശം ഉണ്ടാക്കാൻ കഴിയും. we know how to get the light? പക്ഷെ അദ്ദേഹം ഇത് എങ്ങനെ കണ്ടുപിടിച്ചത്? But how did he find it? സൂര്യനെ ദൈവം സൃഷ്ടിച്ചത് കൊണ്ടായിരുന്നു ഈ തോമസ് ആൽവയുടെ ഇത് കണ്ടുപിടിക്കാൻ ഇടയായത്. അദ്ദേഹം വചനം വായിച്ചു. Because God created the sun, He used that source to create His invention. പ്രകാശം ഉണ്ടാക്കാമെന്ന് അയാൾ കണ്ടുപിടിച്ചു. He found out that he was able to create life. കാലങ്ങൾ കഴിഞ്ഞു. Many years have passed. അതിനെ പല രൂപത്തിലും ഭാവത്തിലും ആക്കി തീർത്തു. That has been changed into many forms. എന്തുകൊണ്ടാണ് അങ്ങനെ പല രൂപത്തിലും ഭാവത്തിലുമായി തീരുന്നത്? ഡിജിറ്റലും മറ്റു പല കാര്യങ്ങളും ഉണ്ട്. Why was it changed into that many forms? അന്ന് ആ ബുദ്ധി ആ മനുഷ്യന് കൊടുത്തെങ്കിൽ ഇന്ന് കാലങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതാത് സമയത്തുള്ള ബുദ്ധിയാണ് ദൈവം കൊടുക്കുന്നത്. Even though that God gave him that knowledge in order to produce that, even at these times God is still doing the same, providing that knowledge. ഷിപ്പ് കണ്ടുപിടിച്ചതാണ്. Who is the one who found out how to build a ship? നമ്മുടെ നോഹയായിരുന്നു പണിതത്.
It was Noah. നോഹയ്ക്ക് എവിടുന്നാ ഇത് കിട്ടിയത്? Where did he get that idea from? നീളം വീതി അളവെല്ലാം അവിടുന്ന് കൊടുത്തത്? Or the length, width and height, who gave it to him? സ്വർഗത്തിൽ നിന്ന് കൊടുത്തു. It came from heaven. കീൽ എങ്ങനെ തേക്കണമെന്ന് പറഞ്ഞു? അകത്തും പുറത്തും കീല് തേക്കണമെന്ന് പറഞ്ഞു. How he is supposed to put glue all over it? ഇതെല്ലാം പറഞ്ഞു കൊടുത്തത് സ്വർഗത്തിൽ നിന്നാണ്. Everything came from heaven. മോശ അത് പറഞ്ഞു. Moses the one who also did it. ടൈറ്റാനിക് പണിയാനെ കൊണ്ട് ബുദ്ധി കിട്ടിയത് എങ്ങനെയാണ്? How did the person who built Titanic get that? എന്നിട്ട് അവനൊരു വെല്ലുവിളി നടത്തി, ഇത് തകർക്കാൻ ദൈവത്തിന് പോലും കഴിയുന്നില്ല. They proclaimed that even God cannot destroy that ship. അത് ഒറ്റ യാത്ര ചെയ്തില്ല. It did not complete its one journey. അത് മുറിഞ്ഞുപോയി. That also. നീ ദൈവത്തെ വെല്ലുവിളിക്കരുത്. You should not call against God. അതാത് സമയത്ത് ഓരോന്നിനും ദൈവം ബുദ്ധി മനുഷ്യന് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. At the right time, God is giving knowledge to man. നമ്മൾ ചിന്തിച്ചോളെ എന്തിനാണെന്ന്. We should think wisely. നമ്മൾ ചിന്തിക്കരുത് മനുഷ്യന്റെ ബുദ്ധിയുടെ കൂടുതൽ കൊണ്ടാണ് ഇതെല്ലാം സംഭവിക്കുന്നതെന്ന്. We should not think it's because of the increased knowledge in man. ദൈവം അതാത് സമയത്താണ് കൊടുക്കുന്നത്. God gives it at the right time. 2026 ദൈവം മനുഷ്യന് ചില ബുദ്ധികൾ കൊടുക്കും പുതിയത്. God this year 2026, God will give good knowledge, new knowledge to man. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് നമ്മുടെ മനസ്സ് അങ്ങ് മനുഷ്യനിൽ ആശ്രയിക്കാൻ ഇടയാകരുത്. Because we see that we put our dependency on man. നീ അന്നേരം ദൈവത്തെ സ്തുതിച്ചോണം. You have to praise God. ഒരു വാഴ്ച ഭൂമിയിൽ നടക്കാൻ പോകുന്നു. There is a move that's going to happen in this world. അതിനുള്ള വഴികളായി ഒരുങ്ങുന്നത്. And what is happening are the preparedness for that. നമ്മുടെ പിതാക്കന്മാരാരും ഒരു 4-5 തലമുറയ്ക്ക് മുമ്പുള്ളവരാരും ടെലിവിഷൻ കണ്ടിട്ടില്ല. 4-5 generations of back of our forefathers, they never seen a television. അന്ന് പ്രസംഗിച്ച സുവിശേഷം പ്രസംഗിച്ചു. ആ 2 പ്രവാചകന്മാർ വന്ന് മരിച്ച് കടപ്പുറത്ത് അവരുടെ ശവം കിടക്കുന്നത് ലോകം മുഴുവൻ കാണുന്നു. വെളിപ്പാട് പുസ്തകത്തില് What they were preaching is the gospel, and over there in Revelation it talks about 2 people, 2 witnesses who are going to be killed and be thrown into the shore. വാസ്തവത്തില് ആ ദൈവദാസൻ അല്ലെങ്കിൽ പ്രസംഗിച്ച ഭാഷന്മാർക്ക് നല്ല സുഖമില്ലെന്നു പറഞ്ഞു കാണും പലരും. The pastor who preached it back then, people would have said that he is crazy. ഇന്ന് പ്രസംഗിച്ചാലോ? But if he preached the same preaching today, ഇന്ന് ടെലിവിഷൻ ഇല്ലാത്ത വീടുണ്ടോ? is there a house that does not have a TV in it? കുടിലും Even a small hut has it. ഇല്ലെങ്കിൽ എന്തുകൊണ്ട് തോട്ടുന്ന ഫോണുണ്ട്. Even you have a phone with you. ഈ ലോകത്തിൽ എന്തോ നടന്നാലും നീ കണ്ടുകൊണ്ടിരിക്കുക. So whatever happens in this world, you're able to see it right away. ഇത് കണ്ടുപിടിക്കേണ്ടത് ഏത് കാലത്താണ് തമ്പരാനറിയാം. This has to be discovered. God knew when it happened. അന്ന് നിന്റെ ബുദ്ധി തുറന്നു. That's when you give the knowledge. മറന്നു പോകരുത്, ആ 2 സാക്ഷികൾ വരാൻ കാലമാണ്. Do not forget why those 2 witnesses are going to come. അതിന്റെ ലക്ഷണങ്ങളാണ് ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. So that is what is being prepared right now. കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഈ ലോകം നമ്മളോട് പറയുക. The Lord's coming has been really close, and that is what the world is telling us right now. നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ ഇതെല്ലാം ഉണ്ട്. The book that we are reading, everything is there in it. ഇതൊന്ന് തുറന്നു വായിക്കാൻ നമുക്ക് സമയമില്ല. We don't have time to read this Bible. നമ്മൾ എന്തെങ്കിലും കേൾക്കുന്ന പഴങ്കഥകൾ കേട്ട് അല്ലെങ്കിൽ ആരെങ്കിലും യൂട്യൂബിൽ കൂടെ പറയുന്നോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പറയുന്നതോ കേട്ടുകൊണ്ട് നമ്മൾ ഇവിടെ കിടന്ന് കൊള്ളുക. Whatever we hear online or YouTube, that is what we are preaching over here. കർത്താവ് നിനക്ക് സകല കാര്യങ്ങളും വെളിപ്പെടുത്തി തന്നൊരു പുസ്തക രൂപത്തിൽ നിന്നെ തന്നിരിക്കുകയാണ്. God has given a book to you that has revealed a lot of things in this world. നീ ഇതൊന്ന് തുറന്ന് വായിക്കുമോ? Are you able to open it and read it? സംഭവിക്കാൻ പോകുന്ന സകല കാര്യങ്ങളും ഇതിനകത്തുണ്ട്. Whatever good and happen is mentioned in the Bible. ഒടുവിൽ നമ്മൾ അവിടെ കർത്താവിന്റെ സന്നിധിയിൽ ചെല്ലാൻ ഇടയായാൽ If we are able to go into God's presence, ഇതൊന്നും ഞാൻ കണ്ടില്ല കേട്ടില്ലെന്ന് നിനക്ക് പറയാൻ ഇടയാകരുത്. you should not say that you are not able to hear it or see it. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ Like I said a few days ago, ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നീ ഉണ്ടായിരിക്കണം. you are supposed to be there in the first batch. അല്ലേ നിന്നെ കൊണ്ട് യാതൊരു കഥയുമില്ല. There's no use after that. നീ ഇവിടെ വന്നിരുന്നത് കൊണ്ട് ഒരു ഗുണവുമില്ല. There's no point of you coming to sitting over നീ here. പ്രാർത്ഥിച്ചത് കൊണ്ട് ഗുണമില്ല. There's no point of you praying. നീ സംഭാവന നൽകിയത് കൊണ്ട് ഗുണമില്ല. There's no use of you getting all the things of this world. നീ ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ നിനക്ക് പങ്കുണ്ടായിരിക്കണം. You have to be a part of the first rapture. ഈ അനുകരിക്കാനും അനുഗമിക്കാനും പല കാര്യങ്ങൾ ഈ ലോകത്തിലുണ്ട്. There are a lot of things that could say against us or talk for us. ഇന്ന് ഈ അനുകരണത്തിന്റെ ഒരു ലോകമാണ്. That's the world that we are living in. ഇപ്പോൾ ഒരാൾ ഒരു ഷർട്ട് എടുത്താൽ അടുത്ത അതേപോലെ ആ ഷർട്ടിനെ പോലെ ഒരു അനുകരണം എനിക്ക് വേണമെന്നുണ്ട്. അതുപോലെ ആ ആളും പോയിട്ട് നമ്മൾ ചോദിക്കും, ഇത് എവിടെ നിന്ന് എടുക്കാം? ഇത് ഓസ്കോയിൽ നിന്നാണ്.
നാളെ അവിടോട്ട് വെച്ചു കൊടുക്കും. We are living in a world where somebody buys a shirt. We haven't decided to buy this same shirt, and we ask them, where did you get it from? They say it's from Costco, and the next day we go to Costco to buy it. ഷർട്ട് എടുക്കുന്നതിന്റെ കുറ്റമല്ലേ ഞാൻ പറഞ്ഞു. I'm not talking about the problem of selecting a shirt. നല്ല ഡ്രസ് ഇട്ടവരെ നമ്മൾ അഭിനന്ദിക്കണം. We should say good things about good people dressing well. രാവിലെ റോയി നമ്മുടെ ദാനിയെ അഭിനന്ദിക്കുന്നുണ്ട്. I saw today in the morning boy saying good things about Danny. അവരുടെ സൂട്ട് നല്ലതാണ്. He said his suit was good. നല്ലതാണ്, നമ്മൾ അങ്ങനെ പറയണം. We are supposed to say it that way. നമ്മുടെ സഹോദരന്മാരാണ് മത്സരിക്കാൻ ഡ്രസ് ചെയ്യുന്നത്. Our sisters are having a competition in how they dress. നല്ലത് തന്നെ നിങ്ങളെ കാണാൻ നല്ല അടയാളം. It's good to see how you are dressed. എന്റെ ഭാര്യയാണെങ്കിൽ എത്ര ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്താലും പറയും പഴയത് ശരിയാണ്, ശരിയില്ല, എനിക്ക് നിന്നെ സൈസാറുണ്ട്. How many dresses I buy from my wife? She says it's not good enough. It needs to be better. ഞാൻ പെണ്ണുങ്ങളെ കൊണ്ട് ഡ്രസ്സ് എടുക്കാൻ കടയിൽ പോകും. I'm not going to the shop to buy dresses for women. കൊണ്ടുപോയിട്ട് ഞാൻ സ്ഥലമില്ല. I will just drop it and leave from there. ബില്ല് കൊടുക്കാൻ നേരം വിളിച്ചാൽ മതി, വരാമെന്ന് പറയും. I will just come and pay the bill. കാരണം നമുക്ക് ഭ്രാന്ത് പിടിക്കും. Because I will just make ആ കടയിലിരിക്കുന്ന ആൾക്കാർ എത്ര ക്ഷമയുള്ളവരാണ്. The people who are in the shop, they are very, very patient. ഇത് മുഴുവൻ വലിച്ച് താഴെ They take everything from the shop. ഇതെല്ലാം എടുത്തിട്ട് ചെയ്യും. They display everything. ആദ്യം എടുത്ത് എടുത്തോണ്ട് And they take the first thing that they chose. ക്ഷമയുള്ളവർക്ക് കടയിൽ നിൽക്കാൻ. Those who have patience only can work in a shop. ദൈവമക്കളെ, നമ്മുടെ കർത്താവ് അങ്ങനെയല്ല. The believers are God is not like that. കർത്താവിന്റെ തെരഞ്ഞെടുപ്പ് പെർഫെക്റ്റാണ്. And the one he chooses is perfect. നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഗുരുവാകുന്നതിന് മുമ്പ് നിന്നെ തെരഞ്ഞെടുത്തു. Even before you were formed in your mother's womb, I chose you. നിന്റെ കളർ കണ്ടുകൊണ്ടല്ല തെരഞ്ഞെടുത്തത്. He didn't choose you because of your color. നീ പിണ്ണാകാരമായിരുന്നപ്പോൾ നിന്നെ തെരഞ്ഞെടുത്തു. Even before you were formed, he chose you. നിനക്കൊരു അനുഗ്രഹം തരാനാണ് കർത്താവ് നിന്നെ തെരഞ്ഞെടുത്തത്. He chose you to give you a blessing. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. There are many houses in my father's kingdom. അതിലൊന്ന് നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുകയാണ്. And I'm preparing one for you. ചുമ്മാതല്ല നിന്നെ തെരഞ്ഞെടുത്തത്. No wonder I picked you up. അത് നിനക്ക് തരാൻ വേണ്ടിയാണ്. It's because I want to give that. പക്ഷെ അതിന് നിനക്ക് ചില നിബന്ധനകളുണ്ട്. But for that you need to have attain some options. നീ ക്രിസ്തുവിനെ പോലാണ്. You need to be like Christ. ക്രിസ്തുവിനെ പോലെ ആകാത്ത ഒരുവൻ ഇത് ലഭിക്കുമെന്ന് നമ്മൾ വിചാരിക്കരുത്. If no one has Christ in him, don't think that he'll be able to attain this. അനുകരണങ്ങൾ പലതുണ്ട്. There are many blessings. പക്ഷേ കർത്താവിനെ പോലെ അനുകരിക്കാൻ കൊള്ളാവുന്നതും അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരൊറ്റ വ്യക്തി പോലും ഇല്ല. There is no a single person who can be like Christ or be like Christ. വേദപുസ്തകത്തിൽ 3000-ത്തിലധികം കുടുംബങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. In the Bible it talks about a great number of more than 3,000 families. ഇവരെ കുറിച്ചൊക്കെ പറയുമ്പോൾ When they keep talking about them, വചനം പറയുന്നു അവരെ അനുഗമിക്കരുത്, ഇവരെ പോലെ ആയിത്തീരണം. it says that you're not supposed to be not say bad about it or be like them. നമുക്കറിയാം ഖയീനും ഹാവേലും. We know about Cain and Abel. ഹാവേലിനെ കുറിച്ചും വേദപുസ്തകം സംസാരിക്കുന്നു. The Bible talks about Abel. ഹാവേലിനെ അനുകരിക്കാൻ കൊള്ളാം. We have to be like Abel. ഖയീനെ കുറിച്ച് പറയുന്നു അവനെ അനുകരിക്കാൻ കൊള്ളത്തില്ല. When we say about Cain, it says not to be like him. മോശയെ കുറിച്ച് പറയുന്നു മോശയെ നമുക്ക് അനുകരിക്കാൻ കൊള്ളാം. When it says about Moses, it says we can be like him. എന്നാൽ അവിടെ ഭൂമി വായു വളർന്ന് കോരേഹിനെയും ദാതാനെയും വിഴുങ്ങപ്പോൾ അവരെ പോലെ ആയിത്തീരരുതെന്ന് പറയുന്നു. But when we talk about Korah and his sons, when the earth swallowed them, it says not to be like them. അബ്രഹാമിനെ കുറിച്ച് പറയുന്നു അബ്രഹാം നമ്മുടെ പിതാവാണ്, അബ്രഹാമിനെ അനുകരിക്കാൻ കൊള്ളാം. When it says about Abraham, he is our father and we are supposed to be like him. ലോകത്തിനെ അനുകരിക്കാൻ കൊള്ളാം. A Lord is not going to be. ഇതെല്ലാം ഒന്നിച്ചിറങ്ങിയതാണ്. They are all who came out together. വേദപുസ്തകം ആദ്യ അവസാനം പരിശോധിച്ചാൽ When we examine from front to the back, from the top to the bottom, ഇങ്ങനെ ഒരു കൂട്ടരെ നമുക്ക് അനുകരിക്കാം, ഒരു കൂട്ടരെ അനുകരിക്കാൻ കൊള്ളത്തില്ല. there's one group that we can lead by example and one we can not follow as an example. സ്വർഗത്തിലെ ദൈവം അവിടെ ഇരുന്നുകൊണ്ട് നോക്കിക്കൊണ്ട്, കർത്താവ് ഉയരത്തിൽ നിന്ന് നോക്കിക്കൊണ്ട്, When God looks from heaven, നമ്മളെ നോക്കിക്കൊണ്ട് when He looks at us, ഇതുപോലെ പറയാനും പോകും, He'll be able to say this. ഇതെന്റെ ദാസനാണ്, This is my servant. ഇവൻ നിഷ്കളങ്കനാണ്, He is innocent. ഇവൻ നീതിമാനാണ്, He is righteous. ഇവനെ അനുകരിക്കണം, You have to be like him. ഇവനെ അനുകരിക്കാൻ കൊള്ളാം It is good to be like him. എന്ന് പറയാൻ സാധിക്കുമോ? Is He able to say that about us? അതാ നല്ല ദാസനെ എന്ന് വിളിച്ചത്. That's why He calls us good നല്ല servants. ദാസനെ, Good servants. നീ നല്ലതാണ് ചെയ്തത്. What you've done is right. മറ്റൊരുത്തിനോട് പറഞ്ഞു, When He says to the other person, ദുഷ്ടദാസനെ, wicked servant, നീ എവിടോട്ട് പോകണം? where do you need to go? നീ പോകേണ്ടത് കരച്ചിലും പല്ലുകടിയും കൊണ്ടിടത്താണ്. A place where there's crying and gnashing of ഈ teeth. കരച്ചിലും പല്ലുകടിയും കൊണ്ടിടത്തോട്ട് പോകാൻ ആരും ദൈവസന്നിധിയിൽ കടന്നു വരണ്ട.
Those who want to go to a place where there's crying and gnashing of teeth. നിന്റെ ഹൃദയം നല്ലതല്ലെങ്കിൽ നീ നിന്റെ വീട്ടിലിരിക്കുമോ, നീ ഈ ലോകപ്രകാരം ജീവിച്ച് കിട്ടുന്ന സമയം അങ്ങനെയും സംഭവിച്ചിരിക്കും. If your heart is not right, you just sit at home and enjoy the things of this world. നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നീ ദൈവത്തെ പോലെയാണ്. If you're coming to church, be like God. ഇത് ഇവിടെയും വരും അവിടെയും പോകും, എല്ലായിടത്തും പോകും. നിന്റെ ജീവിതത്തിൽ അവിടെയും സന്തോഷമില്ല, ഇവിടെയും സന്തോഷമില്ല. You live a life where you come here and also go back to the world, where you don't have happiness over here or in the world. നരകത്തിൽ പോയി കിടക്കുമ്പോൾ പറയുക, അന്ന് ശകല നേരം സന്തോഷിക്കാതെ ഈ തീക്കകത്ത് കിടക്കുന്ന സമയത്ത് അതൊന്ന് ഓർത്ത് സന്തോഷിക്കായിരുന്നു. When you're saying in heaven, you could have thought like, oh, if I enjoy the world, then I would have thought about this and at least get some comfort living in hell. നിന്റെ ജീവിതത്തിൽ In your life, പുതുവർഷം ഒരു തീരുമാനമെടുക്കണം. this new year, take a decision. ക്രിസ്തുവിനെ പോലെയാണ്. I want to be like Christ. ആ സ്വഭാവം എന്നിലുണ്ടാവും. I need to have the character in me. കാരണം എനിക്ക് അവൻ അധികാരം തന്നു, എന്നെ അതുപോലെ സൃഷ്ടിച്ചു. Because he gave me that authority and created me that way. പുതിയ സൃഷ്ടിയായി ഞാൻ. I'm a new creation. ഇപ്പൊ ഞാൻ ക്രിസ്തുവിന്റെ സ്വരൂപമാണ്. I'm in the likeness of Christ. അത് ഞാൻ മാറ്റാൻ ഉദ്ദേശിക്കുന്നില്ല. I'm not looking to change that. അത് മാറിപ്പോകുന്നത് എങ്ങനെയാണ്? How does that change? എന്റെ വാക്കുകൊണ്ട് മാറിപ്പോവാം, It can change by words, എന്റെ പ്രവൃത്തി കൊണ്ട് മാറിപ്പോവാം, through my actions. ഞാൻ ചെയ്യുന്നതായ പ്രവൃത്തികളിൽ ഉണ്ടാകുന്നതായ ദൈവകോപം കൊണ്ട് മാറിപ്പോവാം. It can be through my actions that God's anger has happened towards us. ഈ 26 ഉണ്ടാകത്തില്ല. This 2026 should not happen. ദൈവം കരുണയുള്ള ദൈവം. Our God is a merciful God. ഇന്നലെ രാത്രി കർത്താവിന്റെ ദാസൻ റോയ് പ്രസംഗം പറഞ്ഞതുപോലെ ഒരു മടങ്ങി വരവ് നമ്മുടെ ജീവിതത്തിലുണ്ടാകും. Last night as Roy was preaching, there has to be a restoration or a comeback in our life. വെട്ടിക്കിളി നിന്നത്, How the locusts have been eating. പുഴു തിന്നത്, What the worms have been eating. തുള്ളൻ തിന്നത്, How they were eating all the grass. അതുപോലെ തന്നെ വിട്ടില് തിന്നത്. The beetle was eating. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. What the meaning of this is, നിനക്ക് നഷ്ടപ്പെട്ടു പലതും. whatever you have lost, നീ സ്നാനപ്പെട്ടതാ, you were baptized, നീ രക്ഷിക്കപ്പെട്ടതാ, you were saved. നീ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗവുമാണ്. You were saved, baptized, and a part of the church. നീ കൈയടിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. You are clapping your hands and you are praying. പക്ഷെ നിന്റെ ഹൃദയം മുറിഞ്ഞിട്ടില്ല. But your heart has not torn apart. നിന്റെ ഉള്ളിലുണ്ടായിരുന്ന ആ കൃപ, That grace that you have inside you, വെട്ടുക്കിളി കൊണ്ടുപോയി. the locusts have taken away. പിന്നെ ഒരു അല്പം ഉണ്ടായിരുന്നു, But there was a bit in it. അത് വിട്ടില് കൊണ്ടുപോയി. The beetle has taken it. പുഴു കൊണ്ടുപോയി, The worm has taken it. തുള്ളൻ കൊണ്ടുപോയി. ഓക്കെ, അവിടെ മനസ്സിലായി. പറയണ്ട. ഓക്കെ, നിങ്ങൾക്ക് അത് മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞതിന്റെ ആശയം നിങ്ങളൊന്ന് ചിന്തിക്കണം. You should understand the concept that I'm talking about. ദൈവസഭയിൽ വന്നു നിന്നുകൊണ്ട് ഇവിടെ ആരുടെ സാന്നിധ്യമുള്ളത്? Whose presence is over here? 2 or 3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നിടത്തൊക്കെയും ആരുണ്ട്? When 2 or 3 are gathered in my name, who is over here? അപ്പൊ ഇവിടെ നമുക്ക് കാണാൻ കഴിയാത്ത ഒരു അദൃശ്യ ശക്തി ഇവിടെ വന്നു. A strength and anointing that we do not see it over here. അത് അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ഇതിനകത്തിരിപ്പുണ്ട്. There are people who have experienced that. ഭയത്തോടാണ് ഇരിക്കുന്നത്. You're supposed to sit here in reverence. കർത്താവേ, എന്റെ വായിലെ വാക്കാണെങ്കിൽ ഇതമല്ലാത്തതാവുന്നു. God, any word that comes out of my mouth, is it against your will? ഇവിടെ വന്നു നിന്നോട് നീ നിന്റെ മസിൽ വലിപ്പിക്കരുത്. Over here, do not build up your muscle. നിനക്ക് മസിൽ തന്ന ദൈവം ഇവിടെ ഉണ്ട്. God has given you the muscles over here. ഇവിടെ വന്നു നിന്നോട് നിന്റെ അറിവിനെ നീ വലിപ്പിക്കരുത്. Don't come over here thinking you have great knowledge. നീ ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ പറയണം, ഞാൻ ഒന്നുമില്ല. When you come into God's presence, you're supposed to say, I am nothing. രൂപം നഷ്ടപ്പെട്ട ഒരു പിണ്ണാകാരമായിരുന്നു ഞാൻ. I was somebody who lost your likeness. രൂപമില്ലായിരുന്നു, I did not have that likeness. എന്നാൽ എനിക്കൊരു രൂപം തന്ന ദൈവമാണ്. But you are God who gave me that likeness. എന്നെ അങ്ങയെപ്പോലാക്കിയ ദൈവമാണ്. You are the one who made me like you. ആ സ്വഭാവത്തിൽ എന്നെ ആക്കി തീർക്കണം. I want you to change my character according to that. ആ സ്നേഹത്തിന്റെ ആത്മാവിൽ മാത്രമേ ഞാൻ സംസാരിക്കൂ. I want to speak in that spirit of love. ഇത് എത്ര കേട്ടാലും No matter how much we hear this, ഒരു വിഭാഗത്തിന് ഇത് മനസ്സിലാകത്തില്ല. a portion of people won't not understand this. നമുക്കറിയാം, We do know this. വയറ് നിറച്ച് ആഹാരം കഴിച്ച ഒരു കൊച്ചിന്റെ അടുത്ത് ഒരു അലവ കഷ്ണം കൊണ്ട് കൊടുത്താൽ തിന്നു. When a kid is who is fully satisfied with food, if you bring a sweet to him, will he eat it? ഇത് കൊള്ളത്തില്ല. He said this is not, he'll say not good. അരിമയ്ക്ക് മധുരമില്ല. He'll say the sweet does not have any sweetness. പട്ടിണി കിടക്കുന്ന ഒരുത്തിന്റെ അടുത്തോട്ട് അലുവ വേണ്ട, അതിനെക്കാട്ടി കുറഞ്ഞതൊന്നും കൊണ്ട് കൊടുത്തേ. But even if you give a person who's hungry not something sweet but something lesser than that,
എന്ത് ആർത്തിയോടെ കഴിക്കും. With great greediness, he will use it. എൻ്റെ മകൻ എൻ്റെ മകളെ കളിയാക്കുമായിരുന്നു. My son used to make fun of my daughter. അവിടെ നേഴ്സിങ്ങിന് BSc നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്യാമ്പസിൽ അവർക്ക് വേണ്ടുന്ന അവർക്ക് ഇഷ്ടപ്പെട്ട ആഹാരം കിട്ടുന്നില്ല. When she was studying for a nursing college, she never got the food that she liked in her hostel. ഇവനെ ആഴ്ചതോറും പോകും. He used to go every week. എവിടെയെങ്കിലും കൊണ്ടുപോയി നല്ല ആഹാരം വാങ്ങിച്ചു കൊടുക്കും. He used to go and buy good food for her. എന്നാൽ എനിക്ക് ഫോൺ ചെയ്യും. And then he'll give me a call. മൊബൈലിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. I'm looking at our phone. അപ്പൊ പറയാം, പപ്പാ വേണ്ട ആദിവാസി കഞ്ഞി കണ്ടോ. It is like how this poor person is looking at her food. That is how she's acting. തമാശയ്ക്കാ പറഞ്ഞതെങ്കിലും Even if he's saying this as a joke, ആഹാരത്തിനൊരു രുചിയുണ്ട്. that food has good taste. കാരണം ലഭിക്കാത്ത ഒന്ന് എനിക്ക് ലഭിക്കുന്നുണ്ട്. Because whatever they're not able to get it, they're getting it now. ഈ ഒരാഴ്ച ഈ രാജ്യത്ത് പല വിധത്തിൽ നീ നടന്നു കഴിഞ്ഞിട്ട് For 1 week, if you walk across this nation, നീ ആകാംക്ഷയോട് വിശപ്പോട് അതിലേക്ക് കടന്നു വരുന്നത്. when you come with hunger over here, ഇവിടെ വരുമ്പോൾ ആത്മീയ ആഹാരം നീ കാണുമ്പോൾ when you get your spiritual hunger from here, നിനക്ക് ഭക്ഷിക്കാൻ ഒരു വലിയ സന്തോഷമാണ്. you're getting great food that you can be happy in. പാട്ട് കേൾക്കുമ്പോൾ നീ ഇരിക്കുന്നിടം മറക്കും. When you're listening to this music, you forget that you're sitting. പൈരയുടെ പാട്ട് റീഡ് ചെയ്യുമ്പോൾ നീ വാ പിടിക്കാതിരിക്കത്തില്ല. When the choir is reading in a song, you will not be able to keep your mouth closed. നിന്റെ വാ തുറക്കും, കാരണം നിനക്ക് ഭക്ഷണം വേണം. Your mouth will open because you need that food. ആ ഭക്ഷണത്തിനൊരു ടേസ്റ്റ് ഉണ്ട്. There is a special taste for that food. ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ When one person is praying over നീ here, സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കും. you will keep praising God. കാരണം നിനക്ക് ഭക്ഷണം വേണം. That because you ആത്മീയ ആഹാരം നീ ഭക്ഷിക്കണം. need that spiritual food. ഇവിടെ ദൈവവചനം കേൾക്കുമ്പോൾ When you're hearing the word of God, നീ ആകാംക്ഷയോടെ ആയിരിക്കും. you have to sit with the need. അലസമായിട്ട് ഇരിക്കത്തില്ല. You will not sit here without it. ദൈവസന്നിധിയിൽ നാം കടന്നു വരുമ്പോൾ ഒരു ആഹാരത്തിന് ഈ വചനം അല്ലെങ്കിൽ ഹൃദയത്തിൽ നമുക്കൊരു ആഹാര വാഞ്ച ഉണ്ടായിരിക്കണം. ഈ ആത്മീയ ആഹാരം ഞാൻ ഭക്ഷിക്കും. When we're sitting in the presence of God, we should have a hunger for the word of God. ഈ ദൈവവചനം ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. തെറ്റായ അനുകരണങ്ങൾ ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിൽ ചില വാക്യങ്ങൾ ദൈവവചനത്തിൽ നിന്ന് ഞാൻ പ്രത്യോർപ്പിക്കുന്നു. I just want to read some verses from the word of God so that you will not get mistaken on what you need to do. പുറപ്പാട് പുസ്തകം 23-ന്റെ 2-ാം വാക്യം. In Exodus chapter 23 verses 2. ബഹുജനത്തെ അനുസരിച്ച് ദോഷം ചെയ്യരുത്. You shall not fall in with many who do evil. ന്യായം മറിച്ച് കളവാൻ ബഹുജനപക്ഷം ചേർന്ന് വ്യവഹാരത്തിൽ സാക്ഷ്യം പറയരുത്. Nor shall we bear witness in a lawsuit, siding with many, so as to pervert justice. ഭൂരിപക്ഷത്തോട് നീ കൂടരുത്. Do not side with the many. ന്യായം മറിച്ച് കളയരുത്. Do not pervert justice. ഇങ്ങനെയുള്ളവന് ദൈവത്തിന്റെ സ്വഭാവത്തോട് അനുരൂപനാകാൻ കഴിയത്തില്ല. A person who does this cannot be in the likeness of God. സങ്കീർത്തനം 119-15. In Psalms 119 verse 15. ഈ സങ്കീർത്തനം 119-15 ഞാൻ നിന്റെ പ്രമാണങ്ങളെ ധ്യാനിക്കുന്നു. അവിടെ അതിന്റെ ജോയി അതിന് ഡിസ്പ്ലേ ചെയ്തതിനകത്ത് അല്പം തെറ്റുണ്ട്. ദുഷ്ടതയെ പിന്തുടരുവാൻ നീ എന്ത് ചെയ്യരുത്. You should not bow to somebody who is after wickedness. ദുഷ്ടതയെ നീ പിന്തുടരും. You should not run after wickedness. ഇനി ഏത് വലിയ പുള്ളിയായിരുന്നു No matter how big they are. ഇവിടുത്തെ സഭയുടെ ഈ നമുക്ക് ഇവിടുന്ന് ആരാധിക്കാനുള്ള സൗകര്യം ഉണ്ടായത് യോജിച്ചാൻ്റെ ആ ദൈവത്തോടുള്ള നിലവിളികളാണ്. The reason that we are worshiping over here is because of the calling that Joy Chan will have. യോജിച്ചാൻ ദുഷ്ടത കാണിച്ചാൽ യോജിച്ചാനോട് നിങ്ങൾ കൂടരുത്. If Joy Chan shows some wickedness, we are not supposed to be a part of it. ഇതൊക്കെ ഉണ്ടാക്കി തന്നത് അതുകൊണ്ട് പുള്ളിയുടെ ദുഷ്ടതയുടെ കൂടെ ഞാനിവിടെ കൂടാമെന്ന് വിചാരിച്ചാൽ എന്നെ കിട്ടത്തില്ല. Because he started all this, I do not think that I will be a part of it if he shows wickedness. ഞാൻ ദുഷ്ടത കാണിച്ചാൽ എന്നോട് നിങ്ങൾ ആ ഭാഷയുടെ അപ്പനായിട്ട് ക്ഷമിക്കരുത്. If I show some wickedness, do not forgive me because I am the master's father. ദുഷ്ടതയാ. The evildoers are evildoers. അത് മുഖത്ത് നോക്കി പറയണം. That you should look into the face and say, അതാ ദൈവസ്നേഹം. that is what is God's love. കാരണം എന്താ, നീ ക്രിസ്തുവിന്റെ സ്വഭാവം പോലെ ക്രിസ്തുവിനെ പോലെ ആയിത്തീരണം. Because you have to be like in God's image and His likeness. ഇവിടെ ഒരു ചെറിയ കാര്യം ഉണ്ടായാലും നീ ഭാരപ്പെടണ്ട. ഈ വ്യക്തിയെ നിനക്ക് സ്വർഗത്തിൽ കാണണം. No matter what happens over here, we want to make sure that we see this person in heaven. ഇത് ദൈവമക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദുഷ്ടത നാം അതിനെ പിന്തുടരുത്. We should have this in our life and we should not chase against evildoers. യെശയ്യാ പ്രവചനം 5:11.
In Isaiah chapter 5 verses 11. അധികാലത്ത് എഴുന്നേറ്റ് മദ്യം തേടി ഓടുകയും വീഞ്ഞു കുടിച്ച് മത്തരായി സന്ധ്യാസമയത്ത് വൈകിയിരിക്കുകയും ചെയ്യുന്നവർക്ക് അയ്യോ കഷ്ടം. Woe to those who rise early in the morning that they may run after a strong drink, who tarry late into the evening as wine inflames them. കള്ളുടിയന്മാരും ഇല്ല. There are no drunkards. അതുകൊണ്ട് നമുക്ക് ആ ഭാഗത്ത് അധികം നിൽക്കണം. So we don't need to stay in this. പക്ഷേ അതിനെക്കാട്ടി ദോഷമുണ്ട്. But there's something worse than that. മദ്യപാനി സർപ്പവിഷമാണ് കുടിക്കുന്നതെന്നാണ് പറയുന്നത്. The drunkards, they are drinking a poison. അപ്പം അതിന്റെ ഉള്ളിൽ നിന്ന് വരുന്നത് എന്തുവാ? So what is coming from it? സർപ്പവിഷമാണ്. The poison. നീ അതിനിടയിൽ കൊടുക്കരുത്. You should not give way to that. മദ്യപിക്കരുതെന്ന് ദൈവവചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ അത് മദ്യപിക്കാൻ പാടില്ല. If God said that you're not supposed to get drunk, then do not be drunk. ശകലം എടുത്ത് നോക്കാനുള്ള നല്ലത്. Everything is not good in the eyes. നിനക്കത് നിക്ഷിപ്തമാണ്. That is bad for you. കാരണം നീ ദൈവത്തിന് സ്വരൂപനാണ്. Because you're supposed to be in the likeness of ഈ ഒരു God. കാരണം കൊണ്ട് നിനക്കത് സംഭവിക്കരുത്. But because of this one, it should not happen to you. ഇനി അടുത്തത് യെഹെസ്കേൽ പ്രവചനം 13:3. In Ezekiel chapter 13 verse 3. യഹോവയായ കർത്താവ് പ്രകാരം അരുളിച്ചെയ്യുന്നു, സ്വന്തം മനസ്സിനെയും കണ്ടിട്ടില്ലാത്ത കാര്യങ്ങളെയും പിന്തുടരുന്ന ബുദ്ധികെട്ട പ്രവാചകന്മാർക്ക് അയ്യോ കഷ്ടം. Thus says the Lord, woe to the foolish prophets who follow their own spirit and have seen nothing. സ്വന്തം മനസ്സിനനുസരിച്ച് പ്രവചിക്കുന്ന പ്രവാചകന്മാർ. There are the prophets who look into their own spirit and prophesy that. കണ്ടിട്ടില്ലാത്ത കാര്യങ്ങൾ Things that they've not seen. നമുക്ക് ഭയങ്കര ആകാംക്ഷയാണ്. We have a great desire. ഇവിടെ ഒരു പ്രവാചകൻ വന്നാൽ If a prophet comes over here, ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന പ്രവചനം ഏതായിരിക്കും? what is the most prophet that you would like, prophecy that you would like? എനിക്ക് ഇപ്പം താമസിക്കുന്ന വീടിനെക്കാട്ടിൽ ഒരു വലിയ വീട് നിനക്ക് ഞാൻ 24 തരാൻ അത് ഞാൻ കാണുമെന്ന് പറയും. The prophecy that the house that you're living in right now, you'll get a bigger house for this year is what we decide to hear. യോഗം കഴിയുമ്പോൾ തോമാച്ചാൻ പറയും വീട്ടിൽ കയറിയ പാവം. എന്താ കാര്യം? Why do they say that? ഭക്ഷണം കഴിച്ച പാവം. You just have to eat food. അല്പം കൂടെ എനിക്കറിയാനോ? There's some more that I need to know. ഇതല്ലേ നമ്മുടെ സ്വഭാവം? Isn't that our behavior? ഇവർ സ്വന്തം മനസ്സിൽ തോന്നുന്നു പറയും. പണ്ടത്തെ കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ പറയും, ഈ എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഒരു സൈക്കിളിൽ കയറുന്ന വലിയ പാടാണ്. In my younger days, getting into a cycle was really hard. സൈക്കിള് വാടകയ്ക്ക് എടുക്കും. അന്ന് അരയണയാണ്. We used to rent a bicycle at that time. അത് വാടകയ്ക്ക് എടുത്തിട്ട് അത് പഠിച്ച് അതുകൊണ്ട് നടക്കും. When we used to rent a cycle, study on that, and then travel on that. ഒരു മണിക്കൂർ സൈക്കിൾ എടുക്കണേ 50 പൈസ കൊടുക്കണം. For 1 hour, we had to pay 50 paisa. എവിടുന്നേലും ഒപ്പിച്ച് ഒരു രൂപ ഉണ്ടാക്കിയാൽ 2 മണിക്കൂർ കാരണം. If we try to get 1 rupee, we were able to travel for 2 hours. ഇത് സൈക്കിൾ ഉള്ള വലിയ ആളാണ്. We love to travel on the cycle. ഞാനൊന്ന് വാങ്ങിക്കാൻ പറ്റ പാടെ എനിക്കറിയാം. I know how difficult it was to buy at that time. ചോദിച്ചാലും അറിയാം. Even if you are Chocha uncle, you know it. തോമാച്ചാൻ അത്രയും അറിയത്തില്ല. That is all of that. തോമാച്ചാൻ അത്രയും ആ ഗതിയിൽ പോയ ആളല്ല. എന്നാൽ ആ സമയത്ത് ഒരാൾ വന്ന് പറയാ, ഈ 4 വീലുള്ള ഒരെണ്ണത്തെ കറങ്ങുന്ന കാണുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പിന്നെ തറയിൽ നിൽക്കുന്നു. If somebody comes and prophesies to me saying that I see you traveling in 4 wheels, would I just be settled down? 2 വീൽ കണ്ടുപിടിക്കാൻ 2 വീലിന്റെ ഗതി എനിക്കറിയാം. I know the difficulty of traveling in 2 wheels. ഞാൻ പറയും ദൈവം അയച്ചിട്ട് തന്നെ വന്നതാണ്. They said that God sent me, that's why I came. ഇത് മുഴുവൻ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്ന. This all comes from His own spirit. നിന്റെ പോക്കറ്റ് കണ്ടുകൊണ്ടാവുന്നത്. He sees your pocket and that's why He's coming. കർത്താവ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. God has never said anything like this. കാർ കമ്പനി സ്വർഗത്തിലില്ല. There is not a car company in heaven. വീട് പണിയുന്ന എഞ്ചിനീയർ അവിടെ ഇല്ല. There is no person who builds a house over there. പക്ഷെ ഒന്ന് നിന്നോട് പറഞ്ഞിട്ടുണ്ട്. But there's one thing that He says to you. ജീവൻ, Your life, ഭക്തിക്കും വേണ്ടുന്നത് in holiness. നിനക്ക് തരാം. I will give that to you. അത് ലഭിക്കുന്നെങ്കിൽ അത് മതിയെന്ന് തൃപ്തി തോന്നും. If you are able to receive that, be satisfied with that. ലഭിച്ചതൊക്കെ ദൈവം തന്നതാണ്. Everything that we receive is from God. പക്ഷെ പ്രവചനത്തിന്റെ പുറകെ ലോക നന്മയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ഭൂമിയിലെ നന്മയ്ക്ക് വേണ്ടി പ്രവചനം കേൾക്കാൻ പോവല് എന്റെ പൂർവ്വബന്ധമുണ്ടെന്ന് പ്രവാചകനെ ഒന്ന് പറ. Do not go after a prophecy saying that whatever you can attain in this world, but go after a prophecy that will say what sin I have in my life. കോടാരി വെള്ളത്തിൽ പോയി. Many went into the water. പ്രവാചകന്റെ അടുത്ത് വന്നു. They went into the axe went into the water and they came into the ഇരുമ്പ് വെള്ളത്തിൽ പോയി. It went into the water. പ്രവാചകൻ ചോദിച്ചു എവിടാ പോയത്?
the prophet asked, where did it go? വീണത് എവിടാന്ന് നീ മനസ്സിലാക്കണം. You should understand where it fell. നിന്റെ അടുത്താ വീണേന്ന് പറഞ്ഞു. The axe fell in that place. മടക്കി തരാം. Let us take it back. നമ്മുടെ വീഴ്ചയിൽ നാം തിരിച്ചറിവുള്ളവരായി. In our fallenness, we have to have an understanding. നിനക്ക് മടക്കി തരും. We are able to get it back. നീ മടങ്ങി വന്നാൽ If you come back, നിനക്ക് നിന്നെ ദൈവം സഹായിക്കും. God will help you. ഞാൻ സമയക്കുറവ് കൊണ്ട് ചില വാക്യങ്ങളൊക്കെ അങ്ങ് വിടുകയാണ്. 2 പത്രോസ് 1:16 ഞാൻ കാണിച്ചു. 2 പത്രോസ് 1:16. 2 Peter chapter 2 verses 2. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷിയായിട്ടാണ്. In 2 Peter 1 verses 16 it says, therefore we do not follow cleverly devised myths when we were made known to the power and coming of our Lord Jesus Christ, but we were witnesses of his majesty. അവിടെ ഇവിടെയും കണ്ടത് കേട്ടതല്ല ഞങ്ങൾ പറഞ്ഞത്. We did not come because we heard these myths. നിർമ്മിതമായിട്ടുള്ളതൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. We didn't say anything that was not proper. ഒരു മഹിമ ഞങ്ങൾ കണ്ടു. We saw a glory. പത്രോസ് പറയാ, ഞാൻ അവന്റെ മഹിമ കണ്ടു. Peter says, I see that power. ഞാൻ അവനെ തള്ളി പറഞ്ഞതാ. I actually forsake him. ഇവനെ ഞാൻ അറിയുന്നില്ലെന്ന് പറഞ്ഞ് രാജ്യത. I'm the one who told that I do not know him. ഈ ലോകത്തിൽ ഒരു മനുഷ്യനാണ് ഈ ഏരിയയിൽ അറിയുന്നത്. If it was a part of this world, we would not see him in this area. ഞാനാണ് അവനെ പിന്നെ 7 അയലത്തടുപ്പിച്ചിട്ട്. I would not even bring him close to where I am. കൂടെ നടന്ന് അപ്പക്കൊണ്ട പറക്കിക്കൊണ്ട് നടന്നിട്ട് When he walked closely with Christ, ഈ 153 പെരുത്ത മീനും പിടിച്ചേച്ച് even after getting all those fishes, പല പ്രാവശ്യം അനുഗ്രഹം പ്രാപിച്ചേച്ച് many times he got the blessings. ഇവനെ പ്രായത. He changed his tone. നമ്മുടെ സ്വഭാവം ഇത് തന്നെയാണ്. This is the same behavior we have. 25 എന്തെങ്കിലും തമ്പരാൻ തന്നു. What God has given us in 2025. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. He's given so much thing for 2025. പക്ഷേ ഇപ്പോഴും പ്രായത. But still we are. അതുകൂടെ എന്താ തരാൻ? Why did he give me that also? നിനക്ക് നഷ്ടപ്പെട്ടത് 26 തരാൻ തക്കമുള്ള ദൈവം. We are worshipers of God who is able to give us in 2026 what we lost. നീ ആത്മീയമായിട്ട് വളരണം. We have to grow in our spiritual life. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താം. I'm stopping my words. ഒരിക്കലൊരു ദൈവദാസന്റെ അടുക്കൽ ഒരു മനുഷ്യൻ കടന്നു ചെന്നു. At one time, a person went to a man of God. അദ്ദേഹം ഭാരത്തോടാണ്. He went with great depression. പക്ഷേ ഞാൻ ഇന്നത്തെ ആണ്ടർ യോഗത്തിന് വരുന്നില്ല. Pastor, I'm not coming for today's watch night service. കഴിഞ്ഞ വർഷക്കാലം മുഴുവൻ എനിക്ക് വളരെ പ്രതിസന്ധികളായിരുന്നു. വലിയ നന്മകളൊന്നും ഉണ്ടായിട്ടില്ല. The last year I had so many difficulties and I never received any blessing. ജോലിയിൽ ഉയർച്ചയില്ല. I did not get a promotion in my work. സമ്പത്തിലില്ല. In my finances. രോഗത്തിൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. In my health, there was a lot of difficulties. ഞാൻ വന്നിട്ട് സാക്ഷ്യം പറയാം. What testimony can I come and give tonight? അതുകൊണ്ട് ഞാനിന്ന് വരുന്നില്ല. So because of that, I'm not coming tonight. പാസ്റ്റർ ചിരിച്ചു. The pastor laughed. എന്നിട്ട് പറഞ്ഞു, And he told him, നീ ഒരു കാര്യം ചെയ്യും. you do one thing. കഴിഞ്ഞ ജനുവരി Since last January, നീ ദൈവസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി. you prayed in God's presence and went. ജനുവരി 1 മുതൽ From January 1st 31 വരെയുള്ള to December 31st, ഓരോ ദിവസവും every single day, നീ ഇരുന്നിട്ട് ചിന്തിക്കുക. you look back and think. ദൈവം നിനക്ക് എത്ര നന്മ ചെയ്തതിനെ കുറിച്ച് ഓർത്തൊന്ന് സ്തോത്രം ചെയ്യുക. Think about all the good that God has done for you and praise Him. നീ രാത്രി കിടന്നുറങ്ങി. You sleep in the night. രാവിലെ നീ ഉണർന്നു. You were able to wake up in the morning. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യും. You have to praise God for that. ആ രാത്രിയിൽ എത്ര പേര് മരിച്ചുപോയി? How many people died in that very night? നിനക്ക് ജീവൻ തന്നില്ലേ? Did He give you a life? ഓരോ ദിവസവും നിന്നെ നടത്തിയില്ലേ? Every single day He helped you. He was able to sustain you. നീ വണ്ടി ഓടിച്ചു പോയപ്പോഴേ നിനക്ക് അപകടം ഉണ്ടാകാൻ തുടങ്ങിയെടുത്ത് നിന്നെ ഞാൻ പിടിപ്പിച്ചില്ലേ? When you were driving car and there was a accident, there was a. നീ ആ ഒരു മാസത്തേക്ക് നീ ഒന്ന് കണക്കാക്കി ചെയ്യേ. Just think of only 1 month. അദ്ദേഹം മടങ്ങിപ്പോയി. He left back. ദൈവസന്നിധിയിലിരുന്നു. He sat in God's presence. അദ്ദേഹം ഓരോ ദിവസവും ചിന്തിക്കാൻ തുടങ്ങി. He started thinking about each day. സ്തോത്രം പറയാൻ തുടങ്ങി. He started praising God. 15 ദിവസത്തേതായപ്പോൾ സമയം വളരെ പോയി. Even after 15 days, a lot of time had traveled. സ്തോത്രം പറഞ്ഞിട്ട് തീരുന്നില്ല. How much effort he's praising is not getting over. രാത്രി പ്രാർത്ഥനയ്ക്ക് വന്നു. He came for tonight's prayer meeting. ദേവദാസനോട് പറഞ്ഞു, And he said to the man of എനിക്ക് God, ആദ്യം സാക്ഷ്യം പറയണം. I want to be the first one to say the testimony. എനിക്ക് സാക്ഷ്യം പറയണം. I want to say testimony എന്റെ ദൈവം എന്നെ നടത്തിയ വിധങ്ങൾ. about the way God has sustained me. എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ല. I'm not able to finish it all. അവൻ നന്മയല്ലാതെ തിന്മയൊന്നും ചെയ്തിട്ടില്ല. There's goodness, He has not done
anything other than that in my life. അവൻ ചെയ്ത നന്മകൾ വർണ്ണിപ്പാൻ സാധ്യമല്ല. I would like to talk about his goodness. 25 ദൈവം എനിക്ക് ചെയ്ത നന്മകളെ ഓർത്താൽ If I think about all the good that he done in 2025, എത്ര നന്ദി അറിയിച്ചാൽ മതിയാകും. how much ever I praise him is not enough. എത്ര കുഞ്ഞുങ്ങൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. How many children have left from this world? ആ കുഞ്ഞുങ്ങളൊക്കെ പാപികളായതുകൊണ്ടാണ്. Was it because his kids were sinners? ആ കുഞ്ഞുങ്ങൾ മഹാരോഗികളായിട്ടാണ്. Because they had great sickness in them? നിന്റെ കുഞ്ഞിനെ ദൈവം സൂക്ഷിച്ചില്ലേ? Since he protect your own child. പനി വരാഞ്ഞിട്ടാണ്. Even if they had that sickness. മരുന്നിന്റെ പിടിക്കൊണ്ടാണ്. Is it because of the medicine that was given? നിന്റെ പരിപാലന ഉയരത്തിലുണ്ട്. So what sustains you is in heaven. നിന്റെ കണ്ണുനീര് കണ്ടോ മറികടന്നവനല്ല. He's the one who looks away from your tears. ദൈവസന്നിധിയിൽ നീ നന്ദി പറ. You are supposed to thank him in his presence. എത്ര പേരുടെ ജോലി നഷ്ടപ്പെട്ടിട്ട് അവർക്ക് തിരിച്ചൊരു ജോലി കിട്ടിയില്ല. How many people lost their job and they were not able to get a job back? നിനക്ക് ജോലി നഷ്ടപ്പെട്ടു, ശരിയാ. Even if you lost your job, അത് തന്ന ദൈവത്തെ നീ സ്തുതിക്കുക. you should praise God for giving you that in the first place. നിനക്കൊരു പക്ഷേ അല്പം ദൂരം പോകേണ്ടതായിട്ട് വന്നേക്കാം. And then you might have to travel farther. അതിന്മേൽ ദൈവത്തിനൊരു പ്രവൃത്തിയുണ്ട്. In that there is God's work that is happening. നീ ഇതിലും മെച്ചമായത് മറ്റെവിടെങ്കിലും കിട്ടുമെന്ന് നീ തിരക്കരുത്. Do not look for something that you will get much better somewhere else. നീ പറയുകയാണ് ഞാൻ ഇങ്ങോട്ട് പോയാൽ നീ രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാൽ നീ രക്ഷപ്പെടത്തില്ല. If you think that if I go here I'll be saved, don't think that way. നീ ദൈവത്തിന്റെ രൂപത്തിലേക്ക് വരണം. You have to come back into God's life. നീ ആ സ്വഭാവത്തിലേക്ക് വരണം. You have to come back into that behavior. നിന്നെ അത് രൂപപ്പെടുത്തി എടുക്കുക. Changing into his likeness. സ്റ്റാൻലി പറഞ്ഞതുപോലെ As Stanley brother said today. ഗോൾഡ് സ്മിത്ത് What's that? ഗോൾഡ് എടുത്തിട്ട് As he takes a gold, അത് ആ ചൂളയിലേക്ക് ഇടും. he would put in the on the furnace. ഒരു ദയയുമില്ല. There is no mercy. ഈ സ്വർണം ചോദിക്കുക, We are asking for the gold. നീ എന്നെ എന്തിനാ ഇത്രയും തീയിലെടുക്കുന്നത്? Why are you doing so much, this much to me? അവനൊരു കാര്യം പറയും, He would say this. നിന്നെ വീണ്ടും വീണ്ടും ചൂളയിലിടും. I'll keep putting you in the furnace നീ തിളങ്ങി till you shine. നിന്റെ ഒരു ഷൈനിങ് ഉണ്ടാകണം. Still there's a shining in you. നീ പൊന്ന് Your brightness. നീ പുറത്തു വരുമ്പോൾ When you come out, അനേകർ ഇത് കണ്ടിട്ട് പറയണം, many people will say this. ഇത് തിളങ്ങുന്നതാണ്. This is the one that shines. അതിന് ചില കഷ്ടതകൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകും. In order for that to happen, there has to be some difficulties in your life. കഷ്ടത നിന്നെ നശിപ്പിക്കാനല്ല. This difficulty is not to perish you. ഈ ഏകാന്തത നിന്നെ നശിപ്പിക്കാനല്ല. This changing is not to destroy you. നീ ദൈവത്തോട് പറ, You just have to say to God, ആ രൂപം എന്റെ മേലുണ്ട്. I have that likeness in me. ആ രൂപം എന്നിലുണ്ടാകണം. That likeness has to happen in me. ആ രൂപത്തിൽ നിന്ന് മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. I don't plan to change from that likeness. കർത്താവേ, God, എന്നെ രൂപപ്പെടുത്തണം. please transform me. ഈ കഷ്ടതയൊന്നും എനിക്ക് പ്രശ്നമല്ല. These difficulties are not a problem for me. യോബേ, Job, നിന്റെ ജീവിതത്തിൽ വന്ന കഷ്ടത പിന്നത്തെ നിനക്കൊരു അനുഗ്രഹത്തിനാണ്. the difficulties that came in your life is because there were blessings to come after it. നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടിയാണ് നിനക്ക് തരാൻ പോകുന്നത്. Whatever you lost, you get the double restored back to you. 25 നിനക്ക് നഷ്ടപ്പെട്ടത് Whatever you lost in 2025, എന്താണെന്ന് നീ നോക്കണം. you should see what it is. നഷ്ടപ്പെട്ട കൃപ കണക്കിയെടുക്കണം. The grace that you lost, you have to get it back. 26 നീ പൊന്നുപോലെ പുറത്തു വരണം. And 26, you should come out as a shine. അതിന് തടസ്സമായി വരുന്നതിനോടൊക്കെ നീ ഗുഡ് ബൈ പറയണം. Whatever is hindering into that blessing, you should say bye to that. ദൈവസന്നിധി ഒരു തീരുമാനമെടുത്ത് ഇന്ന് മടങ്ങി പോവാം. You have to take a decision and then return back today. 26 കർത്താവ് വരുമോ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. Whether God will come in the year 2026, we do not know. കർത്താവ് വന്നാൽ If God comes, ഒരു തീരുമാനം ഉണ്ടായിരിക്കണം, ഞാൻ പോകും. we have to have a decision that we will be caught up with Him. ഞാൻ പോകും. We will go. ഞാൻ രൂപാന്തരപ്പെടും. We will be transformed. കാരണം എന്താണെന്നറിയാമോ? Because of why? ഞാൻ ക്രിസ്തുവിന്റെ രൂപമാണ്. Because I am in the image of Christ. എന്നെ തിരക്കി വരുന്നത് ക്രിസ്തുവാണ്. The one who came after me is Christ. കർത്താവ് എന്നെ തിരക്കി വരുമ്പോൾ He came looking for, fighting for me. ആ രൂപത്തിലുള്ള എന്നെ കൊണ്ടുപോകും. He will take me in that image. എയർപോർട്ടിൽ നമ്മൾ ആളിനെ വിളിക്കാൻ പോകും. When you go to airport, when you go to pick somebody in the airport, നല്ല കോട്ടിട്ടവർ വരും. people who wear nice clothes will come. നല്ല ഡ്രസ് ഇട്ടവർ വരും. People who are well dressed will come. പക്ഷെങ്കില് But ഞാൻ എയർപോർട്ടിൽ ചെന്നാൽ if I go to the airport, എന്റെ മകൻ ഇറങ്ങി വരുന്നത് എനിക്ക് കാണാം. I can see when my son is coming. അവനിട്ടിരിക്കുന്ന ഡ്രസ്സല്ല എനിക്ക് പ്രശ്നം. It's not what he's wearing is not a അവനേക്കാൾ സുന്ദരന്മാർ പലരും മുന്നേ പോയി. There's many people who are better looking in front of him. പക്ഷെ എന്റെ മകനെ എനിക്ക് തിരിച്ചറിയാം. But I know I can recognize my son കാരണം അവൻ എന്റെ രൂപത്തിലുള്ളവനാണ്. because he is in my image. അവനെ സ്വീകരിക്കാനാണ് ഞാൻ വന്നത്. I came to welcome him. പ്രിയ ദൈവമക്കളെ,
dear people of God, നമ്മെ സ്വീകരിക്കാനാ കർത്താവ്. God is coming to welcome. എന്താ കാരണം അറിയാമോ? Do you know why? ഞാൻ അവന്റെ രൂപമാണ്. Because I am in His image. ഞാൻ അവന്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. I have been created in His likeness. എനിക്ക് അവന്റെ അവകാശമാണ് എനിക്ക് തരുന്നത്. I have His authority in me. ചങ്കിലെ അവസാനത്തെ തുള്ളി രക്തം വരെ എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഊറ്റി തന്നത് അതിനു വേണ്ടിയാണ്. Because he shed the last drop of blood for you and me. ക്രൂശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പറയുക, ഈ കഷ്ടത എനിക്ക് സഹിക്കാൻ വയ്യ. While hanging on the cross, he was telling to his father, I cannot ഈ വേദന എനിക്ക് സഹിക്കാൻ വയ്യ. I'm not able to bear this pain. കാരണം അത് എനിക്ക് നിങ്ങൾക്കും വേണ്ടിയാണ്. But he did this for you and me. പിതാവ് മുഖം മറച്ചു കളഞ്ഞു. God covered his face. ഒരു മകനോട് കരുണ തോന്നാത്ത പിതാവ്, God who did not have mercy for his own son. എന്നോടും നിങ്ങളോടും കരുണ തോന്നി. He had that mercy for you and ആ me. രൂപമാക്കി തീർക്കുവാൻ In order to change us to his likeness. 26 In this 2026. എന്തു വന്നാലും No matter what comes. ഈ രൂപം വിട്ട് എനിക്കൊരു കളിയില്ല. I don't want to do anything without changing his likeness. ഈ രൂപം എനിക്ക് വേണം. എന്റെ ദൈവത്തിന്റെ രൂപത്തിൽ ഞാൻ ആയിരിക്കും. I want to be in the likeness of God. ഒരു തീരുമാനം എടുക്കാം. Let's take that decision. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. Let's pray like this. ഹൃദയം തുറന്ന് ദൈവത്തോട് പറ, Let's open our hearts and God. ആ രൂപത്തിലാണ് ഞാൻ ആയിരിക്കുന്നത്. I am in that likeness. നഷ്ടപ്പെട്ടു പോയ രൂപം എനിക്ക് മടക്കി തന്നത് കാൽവരി ക്രൂശിലാണ്. The likeness that I lost, that God restored is by the sacrifice of the cross. ആ രൂപത്തിൽ എന്നെ നിർത്തണം. I want to be in that likeness. ആ രൂപത്തിൽ നിന്ന് അങ്ങ് വരുമ്പോൾ എന്നെ കൊണ്ടുപോകും. Only if I am in that likeness will it receive. എന്നെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. Let's humble ourselves in God's presence. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. Let God bless us. മക്കളെ ദൈവം ബലപ്പെടുത്തി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഈ ആഴ്ചയിൽ നമുക്ക് ജീവിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യാത്രയായിരിക്കുന്നവരെ ഓർത്ത്, യാത്രയാകാൻ പോകുന്നവരെയൊക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. നന്ദിയോടെ സ്തോത്രം. ഈ ആഴ്ചയിൽ ഇത്രത്തോളം നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാനും ദൈവത്തെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും അവനോട് കൂടെ ആയിരിക്കാനും ദൈവം കൃപയുണ്ട്. ദൈവസന്നിധിയിൽ നമ്മളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാമല്ലോ. നന്ദിയോടെ സ്തോത്രം. വചന ശുശ്രൂഷ ദൈവമക്കളെ പിന്നെയും ദൈവം ബലപ്പെടുത്തട്ടെ. തനിക്ക് പ്രയോജനമുള്ളവരായി നിൽപ്പാൻ ദൈവം അവരെ സഹായിക്കട്ടെ. നന്ദിയോടെ സ്തോത്രം പ്രാർത്ഥിക്കാമല്ലോ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്തുതിയ കർത്താവേ, അടിയങ്ങളെ സ്തുതിക്കുന്നു, വായിക്കുന്നു, മഹത്വപ്പെടുന്ന കർത്താവേ, ഈ ആഴ്ചപ്പെടുന്ന ഒന്നാം ദിവസത്തിൽ അടിയങ്ങൾക്ക് തിരുസന്നിധിയിലായിരിക്കാൻ കൃപ ചെയ്തല്ലോ. ഞങ്ങൾ കടന്നു വന്ന സന്ദർഭങ്ങൾ ദൈവത്തിന്റെ മഹാസാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നു. പാടുവാൻ, പ്രാർത്ഥിപ്പാൻ, ദൈവത്തെ സ്തുതിപ്പാൻ, മഹത്വപ്പെടുത്തുവാനൊക്കെ ദൈവം അടിയാക്കി കൃപയ്ക്കായി ഭൂമിയോടെ സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങൾക്ക് നല്ല സമൃദ്ധം തന്ന ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, അതിനായി ഞങ്ങളുടെ ദാസനെ ബലപ്പെടുത്തിയുള്ള നന്ദിയോടെ സ്തോത്രം. പിന്നെയും ആ കുടുംബത്തെ ദൈവകൃപയിൽ സൂക്ഷിച്ചു കൊള്ളുന്ന കർത്താവേ, ആ കുഞ്ഞുങ്ങളെ പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ദൈവവചനങ്ങളെ മനഃപ്പാടമായി തിരുസന്നിധിയിൽ അറിയിപ്പാൻ ഇടയാക്കല്ലോ. അവരെ ആകർഷണ വലയത്തിൽ സൂക്ഷിച്ചു കൊള്ളണമേ. ദൈവകൃപയിൽ പൊതിഞ്ഞുകൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിന് അനുകൂലരാകാതെ ദൈവവചനാനുസരണം തങ്ങളെ തന്നെ ക്രമീകരിച്ച് അവിടുത്തെ മാർഗിൽ ചാരി അവിടുത്തെ കാഴ്ചയോട് തന്നെ കാഴ്ചയോടായിരിക്കാം ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ദൂതന്മാരാൽ കാത്ത് ദൈവകൃപയിൽ പൊതിഞ്ഞു കൊള്ളണമെന്ന് കർത്താവേ, അടിയങ്ങളെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാനുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരണമേ. നന്ദിയോടെ സ്തോത്രം. ദൈവകൃപ ഞങ്ങളെ കുടുംബമായി വ്യക്തിപരമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവേ, വചന സൂക്ഷിച്ച് നമുക്കെയും ബലപ്പെടുത്തിക്കൊള്ളുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പിന്നെയും അവരെ അനുഗ്രഹിച്ചു കൊള്ളുമാറാകണമെന്ന് കർത്താവേ, നന്ദിയോടെ സ്തോത്രം. യാത്രയിലാക്കിയിരിക്കുന്ന ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന എവിടെയായിരുന്നാലും ചിറകുകീഴെ മറച്ചു കൊള്ളണമേ, ഉള്ളകയാൽ താങ്ങിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യാത്രയാകുന്നവരെ പ്രത്യേകാലോർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ സൂക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉദ്ദേശ സ്ഥാനത്ത് എത്തുവോളം കൃപയിൽ പൊതിഞ്ഞുകൊള്ളണമേ കർത്താവേ. ദുഃഖത്തിലിരിക്കുന്നവരെ ആശ്വസിപ്പിച്ചു കൊള്ളണമെന്ന് കർത്താവേ.
രോഗികളെ സൗഖ്യമാക്കണമേ കർത്താവേ. നിന്റെ മഹാസാന്നിധ്യത്തിൽ കുഞ്ഞുങ്ങളോടുകൂടി സഹായിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഞങ്ങളെ സഭയായി ദൈവങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ഈ ഒരാഴ്ചക്കാലം ജീവിപ്പാണ് ദൈവകൃപ തരണമേ കർത്താവേ. അങ്ങേ ഉയർത്തുവാൻ, അങ്ങേ നാമത്തിന് തക്ക മഹത്വം കരയറ്റുവാൻ, സ്തുതിപ്പാൻ, ആരാധിപ്പാൻ ആവശ്യമാർന്ന സ്വർഗീയ ബന്ധം ഞങ്ങളെ താങ്ങിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അടിയങ്ങളെ മുറ്റുമായി ദൈവങ്ങളിലേക്ക് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടവർക്ക് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹം പരിശുദ്ധാത്മാവിന്റെ സംബന്ധവും സഹവാസവും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളും ലോകമുള്ള സകല വിശുദ്ധന്മാരാണ് ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. പ്രാർത്ഥന കേട്ട ദൈവത്തെ സ്തുതിക്കാം.